ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ സരസ്വത്यै നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. യസ്മാത് വിശ്വമുദേതി യത്ര രമതേ യസ്മിൻ പുനർലീയതേ ഭാസായസ്യ ജഗദ്വിഭാതി സഹജാനന്ദോജ്വലം യന്മഹഃ. ശാന്തം ശാശ്വതം അദ്വയം യം അപുനർഭാവായ ഭൂതേശ്വരം ദ്വൈതധ്വാന്തമപാസ്യ യാന്തി കൃതിന പ്രസ്തൗമിതം പൗരുഷം. പ്രസ്തൗമിതം പൗരുഷം. ബ്രഹ്മാനന്ദരസം യസ്യ വാണീ വർഷത്യഭീക്ഷ്ണശഃ വന്ദേ പരമഹംസം തം ഭൂമാനന്ദാഖ്യ സദ്ഗുരും. ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അനുസ്മരിച്ച ബ്രഹ്മാവിൻ്റെ സ്തുതി, അതിൻ്റെ സന്ദർഭമൊക്കെ കഴിഞ്ഞ തവണ പറഞ്ഞു. സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പ് ഭഗവാന്റെ ആ നാഭീകമലത്തിൽ ഉണ്ടായ ആ ബ്രഹ്മാവ് തപ എന്നുള്ള അശരീരി കേട്ടപ്പോൾ തപസ് ചെയ്യാൻ തീരുമാനിച്ചു എന്നും, അപ്പോൾ തപസ് ചെയ്യുന്നതിന് മുമ്പ് ഭഗവാനെ അന്വേഷിച്ച് കുറേ പോയി, കിട്ടിയില്ല. അപ്പോൾ ഭഗവാനെ കിട്ടണമെന്നുണ്ടെങ്കിൽ തപസ് ചെയ്യണമെന്നായിരിക്കും അതിൻ്റെ അർത്ഥം എന്നുള്ളത് മനസ്സിലാക്കി തപസ് ചെയ്തു. തപസ് ചെയ്തപ്പോൾ ആ തപസ്സിൻ്റെ അന്ത്യത്തിൽ അവിടെ ഭഗവാൻ ഒരു ദർശനം കൊടുക്കുകയാണ് മനസ്സിൽ, വൈകുണ്ഠ ദർശനം. ആ വൈകുണ്ഠത്തിലുള്ള ഭഗവാനെ ബ്രഹ്മാവ് കാണാൻ ഇടവരികയാണ്. ആ സമയത്ത് ചെയ്ത സ്തുതിയാണ് ഈ ബ്രഹ്മസ്തുതി. ആ ബ്രഹ്മസ്തുതിയുടെ മൊത്തത്തിലുള്ളൊരു ഫലം പറയുകയുണ്ടായി. നമ്മൾ ഭഗവാനെ എങ്ങനെയാണ് അറിയേണ്ടത്? അറിഞ്ഞാൽ പോരാ, ഭഗവാൻ അറിയാനുള്ള ഒരാളല്ല, ഭഗവാൻ അനുഭവിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കുക എന്ന് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആ ഋഷി എഴുതിയതാണിത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം അത് തന്നെയാണ്. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടിയും പറഞ്ഞു. ഈ സ്തുതിയുടെ ഒരു ഘടനയെ പറ്റിയിട്ട് പറഞ്ഞു. ആകെ 25 ശ്ലോകങ്ങളിലായിട്ടാണ് ഈ ബ്രഹ്മസ്തുതി പറഞ്ഞിട്ടുള്ളത്. ആ 25 ശ്ലോകങ്ങളിൽ 13 ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്മരിച്ചത്. ഇനി 12 എണ്ണമുണ്ട്. ആ 13 എണ്ണത്തിൽ അതിൻ്റെ ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ, അതിൽ ബ്രഹ്മാവ് ഭഗവാന്റെ ഭക്തി, ഭഗവാന്റെ ഒരു മാഹാത്മ്യം, ഭഗവാന്റെ വിഭൂതികൾ ഒക്കെയാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. അത് ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കുറേ സഹായിച്ചു. അപ്പോൾ അത് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ ഇപ്പോഴുള്ള ചില ധാരണകളൊക്കെ ഒന്ന് നമുക്ക് റബ്ബർ എടുത്ത് മാച്ച് കളയേണ്ടി വന്നു, പുതിയത് കുറച്ചൊക്കെ എഴുതി ചേർക്കേണ്ടി വന്നു. അത് കഴിഞ്ഞാൽ ഇനി 12 ശ്ലോകങ്ങളാണല്ലോ ഉള്ളത്. ഈ 12 ശ്ലോകങ്ങളിൽ 8 എണ്ണം ഭഗവാനെ നമസ്കരിക്കുന്നതാണ്. അപ്പോൾ ആ ഭഗവാന്റെ നമസ്കാര ശ്ലോകങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. ആ ഭഗവാന്റെ നമസ്കാര ശ്ലോകങ്ങൾ ആയിട്ടുള്ള 8 ശ്ലോകങ്ങൾ ആദ്യം,
പിന്നെ നമുക്കൊരു 4 കൂടി ഉണ്ടല്ലോ. ആ 4 ശ്ലോകങ്ങളിലാണ് നമ്മളൊക്കെ ഭഗവാനെയൊക്കെ അമ്പലത്തിൻ്റെ മുമ്പിൽ പോയി തൊഴുത് കഴിഞ്ഞാൽ നമ്മൾ ചില നിവേദനങ്ങളൊക്കെ കൊടുക്കും. ഭഗവാനില്ലേ പ്രാർത്ഥനയുണ്ടാവും അതിൽ. ആ പ്രാർത്ഥനയുടെ ശ്ലോകങ്ങളാണ് ഈ 4. ഇതാണ് അതിൻ്റെ സാമാന്യേനയുള്ള ഘടന. അപ്പോൾ ആദ്യം ഭഗവാന്റെ ആ നമസ്കാര ശ്ലോകങ്ങളാണ് ആദ്യ ഭാഗത്തുള്ളത്. നമസ്കാര ശ്ലോകം എന്ന് പറഞ്ഞാലും ആ ഭഗവാനെ നമസ്കരിക്കുന്നതിന് മുമ്പ് ഭഗവാന്റെ കുറേ വിശേഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് അതിലെ കാതലായ ഭാഗം. വളരെ വേദാന്തപരമായിട്ടുള്ളതാണ്. വേദവ്യാസ മഹർഷിയുടെ ഓരോ വാക്കും വളരെ ഡെപ്തുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് വിസ്തരിച്ച് വേണം പഠിക്കാൻ. അത്രയും പ്രാഥമികമായിട്ട് പറഞ്ഞിട്ടാണ് ശ്ലോകങ്ങളിലേക്ക് കടക്കണേ. ഇനി മറ്റൊരു അറിയിപ്പ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഇന്ന് സംഭവിച്ച സ്വാമി ഭൂമാനന്ദ തീർത്ഥജി മഹാരാജ് ഒരു ഏകദേശം 11:30 മണിയോട് കൂടിയിട്ട് ഇവിടെ എത്തിച്ചേരാം എന്ന് സദയം സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വരും. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഈ ബ്രോഷറിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രകാശനം നടന്നിട്ടില്ല. അപ്പോൾ അത് നടത്തും. അതിനുശേഷം അദ്ദേഹം നമ്മളോട് ഒരു അനുഗ്രഹ തത്വപ്രവചനം അദ്ദേഹത്തിൻ്റെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് സാക്ഷിയാവാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഫലം വലുതാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തരും. അപ്പോൾ അപ്പോഴേക്കും കുറച്ച് ഈ സംഘാടകരും ഇതിൻ്റെ ആ സമിതിയിലെ അംഗങ്ങളുമൊക്കെ എത്തിച്ചേരും. അപ്പോൾ അവർക്കൊക്കെ മനസ്സിലാക്കാനും നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള കുറേ കാര്യങ്ങളാണ് സ്വാമിജി നമുക്ക് പറഞ്ഞു തരിക. അത് നമ്മൾ സശ്രദ്ധം കേൾക്കുക. അത് കഴിഞ്ഞാൽ ക്ലാസ് പിന്നെയും തുടരും. അപ്പോൾ കുറച്ച് സമയം അതിൽ പോയിട്ട് ഈ 12 ശ്ലോകങ്ങളും മുഴുവനും നമുക്ക് അനുസ്മരിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ചിലപ്പോൾ നമ്മുടെ ഉച്ചതിരിഞ്ഞ് ഉദ്ദേശിച്ചിട്ടുള്ള സത്രസമിതി യോഗം കുറച്ചങ്ങോട്ട് നീട്ടിയിട്ട് ഇതങ്ങോട്ട് തീർക്കും. അത് കഴിഞ്ഞതിന് ശേഷം ആ ചോദ്യോത്തരത്തിനുള്ള സമയവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ ഈ സത്രസമിതി യോഗം കൂടുക. അപ്പോൾ അതും കൂടി ഞാൻ ആദ്യമേ പറയുകയാണ്. പരമാവധി ഇത് തീർക്കാൻ നോക്കാം. പക്ഷേ മനസ്സിന് പറയുന്ന ആൾക്കൊരു തൃപ്തി വരണ്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം പറയാനുള്ളതാണ്. അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാണ്ട് പോകുമ്പോൾ അതൊരു നീതി പുലർത്തണില്ല നമ്മുടെ തന്നെ മനസ്സാക്ഷിയോട്. അങ്ങനെ ഒരു കുഴപ്പം കൂടിയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ഒരു ചുരുക്കം പറഞ്ഞാൽ ആദ്യം പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മളൊരു തുടർച്ചയായിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് അതൊന്ന് അനുസ്മരിക്കാം. നമ്മൾക്ക് ഈ സംസാരത്തിൽ നിന്നും മോചനം കിട്ടുക. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ മനുഷ്യജന്മം ഭഗവാൻ തന്നപ്പോൾ ഭഗവാൻ്റെ ഒരു സങ്കല്പമുണ്ട്. സങ്കല്പം എന്താണെന്ന് വെച്ചാൽ കുറേ ശരീരങ്ങളിൽ കൂടെ ഈ ജീവൻ കടന്ന് വന്നതാണ്. ഇനിയും അതുപോലെ കടന്ന് പോകും. എന്താ ഇങ്ങനെ കടന്നു പോകാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോ ജന്മം കിട്ടുമ്പോഴും നമ്മൾ കുറേ കർമ്മം ചെയ്യണം. അപ്പോൾ ആ കർമ്മത്തിൻ്റെ ഫലം അത് ഇങ്ങനെ അടിഞ്ഞുകൂടി സഞ്ചിതമായിട്ട് നമ്മളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ കർമ്മഫലം നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ അത് അനുഭവിച്ച് തീർന്നില്ലെങ്കിൽ ഈ ബാലൻസ് എന്താ ചെയ്യാം? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഒരു ജന്മം എടുക്കുകയാണ്. അതിലും കുറേ കർമ്മം ചെയ്യാണ്. ഇവിടുന്ന് കൊണ്ടുവന്നത് തന്നെ കുറേ ഉണ്ട്. അതങ്ങനെ കൂടി വരിക എന്നല്ലാണ്ട് കുറയുന്നില്ല. അപ്പോൾ മനുഷ്യജന്മത്തിൽ മാത്രം നമ്മൾ ആ കർമ്മഫലം മുഴുവനും ഇല്ലാതാക്കാനുള്ള രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. കാരണം വിവേക കൂടുതൽ തന്നിട്ടുണ്ട് മനുഷ്യർക്ക്. മറ്റ് സൃഷ്ടികൾക്കില്ലാത്ത ഒരു വിശേഷ ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മാവിന് വലിയ സന്തോഷമായി എന്നാണ് പറയണത്. ബ്രഹ്മാവലോകധിഷണം മുദമാപ ദേവ എന്നാണ് പറയുന്നത്. വലിയ സന്തോഷമായി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആണ് നമ്മുടെ ലക്ഷ്യം. അതാണ് പുരുഷാർത്ഥങ്ങളെന്ന് പറയണേ. അതിലെ അവസാനത്തെയാണ് മോക്ഷം. അപ്പോൾ ഈ മോക്ഷത്തിലേക്ക് എത്തിച്ചേരുക. മറ്റൊരു ജന്മം അപുനർഭവം എന്നും പറയും മോക്ഷത്തിന്. എന്ന് വെച്ചാൽ ഇനിയൊരു ജന്മം ഇല്ലാത്ത അവസ്ഥ. ആ അവസ്ഥയിലേക്ക് നമുക്ക് എത്താനും സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യജന്മം തന്നിട്ടുള്ളത്. അത് നമ്മൾ പരിശ്രമിച്ച് ഉപയോഗിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഋഷിമാരൊക്കെ ഇത്തരത്തിലുള്ളത് തന്നത്.
അപ്പോൾ ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അതിന് പറയുന്നതാണ് സംസാരം എന്ന് പറയും. സുഖവും ദുഃഖവും ഒക്കെ മിശ്രമായിട്ടുള്ള ആ ഒരു അവസ്ഥ, അതാണ് സംസാരം. അപ്പോൾ ഇനി ഒരു പുനർജന്മം ഇല്ലെങ്കിൽ പിന്നെ ഈ സംസാരം ഇല്ലാണ്ടാവില്ലേ? അപ്പോൾ ഈ മോക്ഷത്തിന് മറ്റൊരു നിർവചനമാണ് സംസാരം ഇല്ലാണ്ടാവുക. സംസാരം എന്ന് പറയുന്നത് നമ്മൾ വർത്തമാനം പറയലല്ല, അത് മനസ്സിലാക്കണം. അതിൻ്റെ ഒരു പര്യായമാണ് ഭവം എന്ന് പറയുക. അപ്പോൾ അതില്ലാണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കലാണ് ഈ മനുഷ്യജന്മത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അതാണ് ആദ്യം തന്നെ നമുക്ക് പറഞ്ഞു തന്നത്. അതിന് എന്ത് വേണം? അതിന് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഈശ്വരഭക്തി. ഈശ്വരഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ തന്നെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. മറ്റൊന്നാണ് ഭേദഭാവന. ഭേദഭാവന എന്ന് പറയുന്നത് അത് വേറെ ഇത് വേറെ എന്നുള്ള ചിന്തയില്ലാണ്ട് എല്ലാം ബ്രഹ്മമയം, എല്ലാവരിലും ഭഗവാനുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ എന്നിലും ഉള്ള ഭഗവാൻ തന്നെയാണ് നിങ്ങളിലും ഉള്ളത്. അപ്പോൾ ഞാനും നിങ്ങളും തമ്മിലൊരു വ്യത്യാസം ഇല്ല എന്നുള്ളതിലും മനസ്സുറയ്ക്കുക, അതാണ്. അപ്പോൾ അതാണ് ആ ഭേദഭാവന ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുക. അപ്പോൾ ആ മോചനം ഇല്ലാണ്ടാവും. അത് ഒരു സകാമഭക്തി, ഭക്തിയുണ്ട്, പക്ഷേ അതൊരു സകാമഭക്തിയാണെങ്കിൽ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഈ ശാസ്ത്രങ്ങൾ കുറേ പഠിച്ചുകൊണ്ടോ അതുകൊണ്ടും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് നമ്മളുടെ കർമ്മങ്ങളിലെ കർമ്മയോഗ ആക്കേണ്ട വിധം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നമ്മളെല്ലാം ഭഗവാന് സമർപ്പണമായിട്ട് ചെയ്യുക, യാതൊരു വിധത്തിലുള്ള ഒരു ഫലേച്ഛയും കൂടാതെ ചെയ്യുക, ഇത് ഞാനാണ് ചെയ്യണേ എന്നുള്ളൊരു കർത്തൃത്വബോധം ഇല്ലാതെ ചെയ്യുക. നമ്മളുടെ ധർമ്മം, നമുക്കൊക്കെ ഓരോ ധർമ്മങ്ങളുണ്ട്, നമ്മളെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഡൂസ് ആൻഡ് ഡോൺസ് നമ്മുടെ സ്മൃതികളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, വേദങ്ങളിലൊക്കെ. അതനുസരിച്ച് മാത്രം കർമ്മങ്ങൾ ചെയ്യുക. ഇങ്ങനെ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കർമ്മത്തിനെ കർമ്മയോഗം ആക്കും. അപ്പോൾ എന്താ കർമ്മത്തിനെ കർമ്മയോഗമാക്കിയ ഫലം? കർമ്മയോഗമാക്കിയ ഫലം എന്താണെന്ന് വെച്ചാൽ പിന്നെ കർമ്മഫലം ഉണ്ടാവില്ല. കർമ്മഫലം ഇല്ലാണ്ടായാൽ പിന്നെ വേറൊരു ജന്മത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് ജ്ഞാനം കൊണ്ടും തപസ്സുകൊണ്ടും ഭഗവത് ഭക്തി കൊണ്ടുമൊക്കെ നമ്മൾ ഈ കർമ്മഫലങ്ങളെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിന് വേണ്ടിയിട്ട് ഭഗവാനെ എല്ലാവരും ആശ്രയിക്കണം എന്നുള്ളൊരു സന്ദേശമായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ കഴിഞ്ഞ 13 ശ്ലോകങ്ങളിലെ ഒരു ചുരുക്കം. ഇനി 14-ാമത്തെ ശ്ലോകം നമുക്കൊന്ന് നോക്കാം. ഞാൻ ആ ശ്ലോകം ചൊല്ലാം. ശശ്വത്സ്വരൂപമഹസൈവ നിപീതഭേദമോഹായ ബോധധിഷണായ നമഃ പരസ്മൈ വിശ്വോദ്ഭവസ്ഥിതിലയേഷു നിമിത്തലീലാരാസായ തേ നമൈദം ചകൃമേശ്വരായ എന്നാണ് ആ 14-ാമത്തെ ശ്ലോകം. ഞാൻ പറഞ്ഞു ഈ 14-ാമത്തെ ശ്ലോകം തൊട്ട് 8 ശ്ലോകം നമസ്കാരം പറയണതാണ്. നമസ്കാരം പറയണ ശ്ലോകമാണെന്ന് എങ്ങനെയാണ് മനസ്സിലായി? നമ എന്നുള്ള ശബ്ദം ഉണ്ടാവും അതിൽ. അപ്പോൾ ഇവിടെ നമഃ പരസ്മൈ എന്ന് ഉള്ള നമ ശബ്ദമുണ്ട്. അവിടെ ആരെയാണ് നമസ്കരിക്കണേ എന്നാണ് പറയണത്. അപ്പോൾ ഈ നമ ശബ്ദം വന്നു കഴിഞ്ഞാൽ എപ്പോഴും ആർക്കെങ്കിലും ആയിക്കൊണ്ട്, ഇപ്പോൾ നമ ശിവായ, ശിവനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് അർത്ഥം. അതിന് ചതുർത്ഥി വിഭക്തി എന്ന് പറയും സംസ്കൃതത്തിൽ. ആയിക്കൊണ്ട് ചതുർത്ഥി ച എന്നാണ് പറയുക. അപ്പോൾ ആയിക്കൊണ്ട്, ഭഗവാനായിക്കൊണ്ട്, അല്ലേ, ശിവനായിക്കൊണ്ട്, ഗണപതിക്ക് ആയിക്കൊണ്ട് നമസ്കാരം, അങ്ങനെയാണ് ഈ നമസ്കാരം വരിക. അപ്പോൾ ഇതെല്ലാം അതേപോലെ ഉള്ള ചതുർത്ഥി വിഭക്തിയിലാണ് വച്ചേക്കണേ. ഭഗവാന് കുറേ വിശേഷണങ്ങൾ പറഞ്ഞു. എങ്ങനെയുള്ള ഭഗവാനെയാണ് നമസ്കരിക്കാൻ പോണത് എന്നുള്ളതാണ് ഇനി ഇതിൽ പറയാൻ പോണത്. ആദ്യം പറഞ്ഞത് എന്താ? ശശ്വത് സ്വരൂപമഹസ എന്നാ പറഞ്ഞ്. ആ സദാസമയം, ശശ്വത് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും, സ്വരൂപമഹസ സ്വകീയമായിട്ടുള്ള ചൈതന്യവിശേഷം ഉള്ളവൻ. ഈ ചൈതന്യവിശേഷം നമ്മളിലൊക്കെ ഉണ്ട്, നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. ജീവൻ എന്ന് പറയുന്നത് തന്നെ ഒരു ചൈതന്യവിശേഷമാണ്. ഭഗവാന്റെ ചൈതന്യം നമ്മളിലുണ്ട്. ആ ഭഗവാന്റെ ഈ ചൈതന്യം നമ്മളിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണില്ല എന്ന് മാത്രം. അത് മനസ്സിലാക്കി തരലാണ് ഋഷിയുടെ ഒരു ചുമതല.
അപ്പോൾ അതാണ് ഈ പുരാണങ്ങളിലും ഇതിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെയുള്ള സത്സംഗങ്ങളിലെയും ഉദ്ദേശം അതുതന്നെയാണ്. അപ്പോൾ ഭഗവാൻ എങ്ങനത്തെ ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ നമുക്കാവണം എന്നൊരു തോന്നൽ നമുക്കുണ്ടാവില്ലേ? നല്ല ആളാവണം എന്നല്ലേ നമുക്ക് എപ്പോഴും തോന്നുള്ളൂ. പൊട്ടയാളാവണം തോന്നില്ലല്ലോ. ആയിരിക്കാം, പക്ഷേ മാറണം എന്നുള്ളൊരു ത്വര അത് ഒരു നൈസർഗികമാണ്, എല്ലാ ജീവനിലും ഉണ്ടാവുക അത്. അപ്പോൾ ആ ഒരു പ്രേരണ നമുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിശേഷണങ്ങൾ. അപ്പോൾ ആദ്യം പറഞ്ഞെന്താ? ശശ്വത് സ്വരൂപ മഹസ. മഹസ് എന്ന് പറഞ്ഞാൽ ശോഭ, പ്രകാശം. എന്തിൻ്റെ ശോഭ? ആ സ്വരൂപത്തിൻ്റെ മഹസ്. സ്വരൂപം എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് തേടി പോയി അവസാനം എത്തണ ഒരു സ്ഥലമുണ്ട്. അതാണ് ഈ സ്വരൂപം എന്ന് പറയുന്നത്. സ്വസ്വരൂപം, നമ്മുടെ സ്വരൂപം. അത് ചിന്തിച്ച് ചെല്ലുമ്പോൾ എന്ത് മനസ്സിലാവും? ആത്മാവെന്ന് പറയും അതിന്, അല്ലേ? ഭഗവാന്റെ ചൈതന്യം എന്ന് പറയും. പേരെന്തോ ആയിക്കോട്ടെ, സാധനം ഒന്ന് തന്നെ. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അപ്പം എന്താണ്? ആ മഹസ് നമ്മളിൽ പ്രകാശിതമായി കഴിഞ്ഞാൽ നിബീതഭേദമോഹായ, ഭേദവിചാരം നേരത്തെ പറഞ്ഞു. ഭേദവിചാരം എന്താണ്? എല്ലാം വേറെ വേറെയാണെന്ന് തോന്നൽ. അപ്പോൾ അതില്ലാത്ത എങ്ങനെയാണ് ഒരു ഭാവന? എല്ലാം ഒന്നാണെന്നുള്ള ഭാവന. അതെങ്ങനെ എല്ലാം ഒന്നെന്ന് വിചാരിക്കാൻ പറ്റുക? എല്ലാത്തിലും ഒരേ ചൈതന്യമാണല്ലേ എന്ന് വിചാരിച്ചാൽ എല്ലാം ഒന്നായില്ലേ? രൂപത്തിനല്ലേ വ്യത്യാസമുള്ളൂ. അതിൻ്റെ കോറായിട്ടുള്ളത് അല്ലേ? അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചൈതന്യ വിശേഷമാണ്, ഒരു സംശയമില്ല. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഭേദചിന്തയെ നിബീതമാക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക. അപ്പോൾ തീരെ അകറ്റി നിർത്തുക ആ ചിന്തയെ. ഏത് ചിന്തയെ? ഭേദചിന്തയെ, വെവ്വേറെ എന്നുള്ള ആ ചിന്തയെ നമുക്ക് മാറ്റി നിർത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനെ മോഹം എന്നാണ് ഉപയോഗിച്ചത്. മോഹം എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ പറയണ മോഹമല്ല, ആഗ്രഹമല്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ അജ്ഞാനം കൊണ്ടും വേണ്ട വിധത്തിലുള്ള അറിവില്ലാത്തതുകൊണ്ടും നമുക്കുണ്ടാവുന്ന ഒരു ഭ്രമമാണ് ഈ മോഹം എന്ന് പറയുക. ക്രോധാത് മോഹോഭിജായതേ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ദേഷ്യം അങ്ങോട്ട് വന്നു കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താ? നമുക്കൊക്കെ ദേഷ്യം വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ആരും ഒരാളെ അതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരുമൊന്നും വേണ്ട, നമ്മുടെ തന്നെ അനുഭവമുണ്ട്. എന്താ നമ്മൾ എന്താണ് പറയണത്, എന്താണ് ചെയ്യണത്, എവിടെ വെച്ചാണ് പറയണത്, ആരോടാണ് പറയണത്, ഈ വക എന്തെങ്കിലും ബോധം ഉണ്ടാവുമോ? നമുക്കാണ്ട് ദേഷ്യം വന്നാൽ പിന്നെ എന്താ പറയണതെന്ന് ഒരു കണക്കുമില്ല, ആരോടാ പറയണമെന്നുമില്ല, എന്താ ചെയ്യാന്നുമില്ല. അത് ഈ മോഹം വന്നുകൊണ്ടാണ്. അതാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞത്, കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ. ക്രോധം വന്നു കഴിഞ്ഞാൽ ഉണ്ടാവണ ഈ അവസ്ഥയാണ് ഈ സമ്മോഹം. അപ്പോൾ മോഹം എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഈ ഭേദചിന്ത വന്നാലും ഇതാ കുഴപ്പമെന്നാണ് പറഞ്ഞത്. ഭേദചിന്ത എന്നെ തന്നെ ഉദാഹരിച്ചുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുക. അതിന് ഇപ്പോൾ ആർക്കും ആരെ പറ്റി പറയാൻ പറ്റുകയെന്ന് വെച്ചാൽ, ഞാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആരാണ് എന്നാലോചിച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്ന് പറഞ്ഞാൽ വിജയൻ മേനോൻ അല്ല. ഞാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് കാണുന്ന രൂപം അല്ല. നാമത്തിനും രൂപത്തിനുമൊക്കെ അപ്പുറത്ത് അതീതമായിട്ട് നാമരൂപമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതും എന്താ പറയുക ഒക്കെയാണ്. അപ്പോൾ അതല്ല, അതിൻ്റെ അപ്പുറം എന്നിലുള്ള ആ ഭഗവത് ചൈതന്യമാണ്, ജീവനായിട്ട് തുടിക്കുന്ന ആ ഭഗവത് ചൈതന്യമാണ് എന്ന ചിന്ത. അതാണ് എല്ലാവരിലും എന്ന ചിന്ത. അതാണ് ഈ ഭേദചിന്ത. അപ്പോൾ ഭേദചിന്ത ഇല്ലാത്തവനായിട്ടുള്ള ഭഗവാന്റെ വിശേഷണമായിട്ടാണ് പറയണേ. പിന്നെ പറഞ്ഞത് മൂന്നാമത്തെ എന്താ പറഞ്ഞേ? ബോധധിഷണായ. ധിഷണ എന്ന് പറഞ്ഞാൽ ബുദ്ധി, ബോധചൈതന്യം നിറഞ്ഞ ആ ബുദ്ധിയോട് കൂടിയവൻ. ബോധചൈതന്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനം. ആ ജ്ഞാനം, വേണ്ട അറിവ് വേണ്ട പോലെ ഉള്ള ബുദ്ധി വൈഭവത്തോട് കൂടിയ ആളാണ് ബോധധിഷണൻ എന്ന് പറയുക. അപ്പോൾ ഭഗവാൻ അങ്ങനത്തെ ആളാണ്. ഭഗവാൻ അറിയാം എപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരെ ഏത് രീതിയിലൊക്കെയാണ് ചെയ്യേണ്ടത്. ആ ഒരു ബോധധിഷണ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റിയാൽ നമുക്ക് ഒരാളെ കണ്ടാൽ മതി,
ആ ആളെക്കുറിച്ചുള്ള എല്ലാ വിവരവും നമുക്കറിയാം, മനസ്സിലാവും. ഈ യോഗിമാരും ഋഷിമാരും ഒക്കെ അങ്ങനെ ഉണ്ടെന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ആ ഒരവസ്ഥയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ബോധധിഷണ എന്ന് പറയുന്നത്. അതുള്ള ആളെ എന്നാണ് ആ ഭഗവാനെ സംബോധന ചെയ്തത്. പിന്നെ പറഞ്ഞൊന്നാണ് പരസ്മൈ. പരസ്മൈ എന്നുള്ള പദം നമ്മൾ പലപ്പോഴും പറയില്ലേ? പരസ്മൈ നാരായണായേതി സമർപ്പയാമി, എല്ലാ ദിവസവും നമ്മൾ ചെല്ലണതാണ്. ആ പരസ്മൈ എന്ന് പറഞ്ഞാൽ പരമപുരുഷനായിട്ടുള്ള ആൾ. പരമപുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൻ്റെ അപ്പുറം ഇല്ല, ഏറ്റവും വലിയ സൂപ്പർലേറ്റീവാണ്. അപ്പോൾ എല്ലാ സദ്ഗുണങ്ങളുടെയും ആധാരമായിട്ടുള്ള സകല വിധത്തിലുള്ള നന്മകൾ നിറഞ്ഞവൻ എന്നാണ് അർത്ഥം. അപ്പോൾ അതാണ് ആ ഉത്തമ പുരുഷൻ എന്നൊക്കെ നമ്മൾ പറയും. പരമപുരുഷൻ, പുരുഷോത്തമൻ എന്നൊക്കെ പറയും. പുരുഷോത്തമൻ മാഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്, നല്ല പേരാണ്. മാഷൊക്കെ ആ പേര് വളരെ യോജിക്കാറുമുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. പലർക്കും അച്ഛനും അമ്മയുടെ പേരുമൊക്കെ വളരെ യോജിപ്പ് വരും കേട്ടോ, ചിലപ്പോൾ തീരെ യോജിക്കാണ്ടും വരും. എന്താവട്ടെ, അപ്പോൾ ആ പേരിലല്ല, അല്ലെങ്കിൽ രൂപത്തിലല്ല, നാമത്തിലല്ല, അതിൻ്റെ അപ്പുറം ഉള്ളതാണ് ശരിക്കുള്ള ഞാൻ എന്നൊരു ബോധത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുകയാണ് വേണ്ടത്. സംഭവിച്ച സ്വാമിജിയുടെ ഒരു പുസ്തകമുണ്ട്, ഞാൻ തന്നെ സത്യം. നിങ്ങളൊക്കെ വായിക്കേണ്ടതാണ്. വീട്ടിലിരിക്കേണ്ടാവും പുസ്തകം, തുറന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് ആരെങ്കിലും കയ്യിൽ നിന്ന് കട്ടെടുത്തിട്ടായാലും വേണ്ടില്ല, അത് വായിക്കേണ്ട ഒരു പുസ്തകം കേട്ടോ. അതിലെന്താ വെച്ചാൽ സ്വാമിജിയുടെ ഒരു പ്രതിഭ നമുക്ക് പറയേണ്ട കാര്യമില്ല. ഓരോ സ്റ്റെപ്പായിട്ട് നമ്മളിങ്ങനെ ആ ബ്രഹ്മജ്ഞാനത്തിലേക്ക് എത്തിക്കും. ആ രീതിയിൽ അത് എഴുതിയേക്കണേ. അതൊരു ഗ്രന്ഥത്തിൻ്റെയും വിവർത്തനമൊന്നുമില്ല. സ്വാമിജിയുടെ ആ ആധ്യാത്മിക ഗവേഷണത്തിൻ്റെയും ആ ബ്രഹ്മവിദ്യ പാഠനത്തിൻ്റെ ഒരു അറിവ് കൊണ്ടുമൊക്കെയാണ് അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വായിക്കേണ്ട പുസ്തകമാണ്. അപ്പോൾ അതാണ് പരമപുരുഷൻ എന്ന് പറയുന്നത്, പരസ്മൈ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു വിശേഷണം, അഞ്ചാമത്തെ വിശേഷണം പറഞ്ഞത് നാലാമത്തെ വിശേഷണം അഞ്ചാണ്. വിശ്വോദ്ഭവസ്ഥിതിലയേഷു നിമിത്ത ലീലാരാസായ എന്ന് പറഞ്ഞു. വിശ്വോദ്ഭവസ്ഥിതി ലയേഷു നിമിത്ത ലീലാരാസായ. ഭഗവാൻ എന്തൊക്കെയാണ് ചെയ്യണത്? ഭഗവാന്റെ ഡ്യൂട്ടീസ് ചുരുക്കി പറഞ്ഞു. ഒന്ന് വിശ്വോദ്ഭവം, ഈ വിശ്വത്തിനെ, ജഗത്തിനെ സൃഷ്ടിച്ചു. ഉദ്ഭവം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയാണ്. പിന്നെയോ സൃഷ്ടിച്ചങ്ങോട്ട് പോവുകയല്ല ചെയ്തേ, വേണ്ട പോലെ എത്ര സ്നേഹത്തോടും എത്ര വാത്സല്യത്തോടും എത്ര ശ്രദ്ധയോടും കൂടിയിട്ടാണ് നമ്മളെയൊക്കെ ഭഗവാൻ നോക്കിക്കൊണ്ടിരിക്കണേ അല്ലേ? ആ സൃഷ്ടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയൊന്നുമില്ല. നമ്മുടെ ശരീരം തന്നെ എത്ര യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് സൃഷ്ടിച്ചത്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കും, ഈ കയ്യിൽ വിരലൊന്നും ഇല്ലെങ്കിലത്തെ ഒരു കഥ എന്തായിരുന്നു? ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ ഇല്ലേ? അപ്പോൾ ആ രീതിയിൽ അത്ര നിഷ്കർഷയോടുകൂടി നമ്മളെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, എന്തൊക്കെയാണ് നമ്മൾക്ക് വേണ്ടി ചെയ്യണത് ഇല്ലേ? നമുക്കൊരു അസുഖം വന്നു, നിങ്ങളെന്ത് ചെയ്യും? നമ്മളെന്ത് ചെയ്യും? നമ്മൾ ഡോക്ടറെ കാണാൻ പോകും അല്ലേ? ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ വേഗം ഒക്കെ പരിശോധിച്ചു, മരുന്ന് എഴുതി, മരുന്ന് കഴിച്ചു, രോഗം മാറി. നമ്മളെന്താ വിചാരിക്കുക? ആരുടെ എടുക്കുക രോഗം മാറിയത്? ചിലർ പറയും ഡോക്ടർ നല്ല ഡോക്ടറാട്ടാ, ഡോക്ടറെ കണ്ടാൽ മാറും. ചിലർ പറയും അങ്ങനെ എഴുത്തുന്ന മരുന്നില്ലേ, മരുന്നിൻ്റെ മിടുക്കാന്ന് പറയും ഇല്ലേ? ഇതൊന്നുമല്ല, ഇതൊക്കെ കഴിച്ചുകൊണ്ട് മാറണമെന്നൊന്നുമില്ല. നമ്മുടെ ഉള്ളിലൊരു ഭഗവാനുണ്ട്. ആ ഭഗവാനാണ് അതൊക്കെ ചെയ്യണത് അല്ലേ? നമ്മൾ കഴിക്കണ എത്ര ഭക്ഷണം കഴിക്കണേ, വല്ലാണ്ട് കഷ്ടപ്പെടുത്തും നമ്മൾ വയറിനെ ഇല്ലേ? പക്ഷേ കഷ്ടപ്പെട്ടിട്ട് അതിലെന്ത് ചെയ്യണു? അതൊക്കെ ദഹിപ്പിക്കുന്നുണ്ട്. ആരാ? അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത അല്ലേ? പ്രാണാപാന യുക്തോ എന്താണ് പചാമ്യന്നം ചതുർവിധം. നിങ്ങൾ ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിച്ചാലും ഞാൻ എന്ത് ചെയ്യണം? ഞാനതൊക്കെ ദഹിപ്പിക്കുന്നുണ്ട് എന്ന് പറയാം, ഉള്ളിൽ വൈശ്വാനരനായിട്ട് ഇരുന്നിട്ട്. അപ്പോൾ ഭഗവാനാണ് ചെയ്യണത്. ഈ രോഗം മാറ്റണത് ആരാ? ഭഗവാൻ തന്നെയാണ്. നമ്മളൊന്ന് സഹായത്തിന് മരുന്ന് കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരും അത് വിചാരിക്കാൻ പാടില്ല. അപ്പോൾ അതാണ് സ്ഥിതി എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒരു മെയിൻ്റനൻസ്. ഇപ്പോൾ വീട് പണിതു, നമ്മൾ വീട് പണിതാൽ മതിയോ? അതിന് ഇടയ്ക്ക് ഒരു 2 കൊല്ലം കൂടുമ്പോഴെങ്കിലും അതൊക്കെ വൈറ്റ് വാഷ് ചെയ്യണം, അതിലെന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ നോക്കി ചെയ്യണം, എന്നാലല്ലേ നിലനിൽക്കുള്ളൂ. അതാണ് ആ സ്ഥിതി, മെയിൻ്റനൻസ് സ്ഥിതി. പിന്നെ അവസാനം എന്ത് വേണം?
എല്ലാത്തിനും ഒരു അവസാനം വേണം. അതാണ് ഭഗവാന്റെ ഒരു കണ്ടുപിടുത്തം. മാറി മാറി വന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് അവിടെ ലീല എന്നുള്ളൊരു വാക്കും കൂടി ഉപയോഗിച്ചത്. അതാണ് ലയം. അപ്പോൾ സൃഷ്ടി, സ്ഥിതി, സംഹാരം, ആ 3 റോളും ഭഗവാൻ കളിക്കുന്നുണ്ട്. അതിനുള്ള നിമിത്തമായിട്ട് വരികയാണ്, അതിനുള്ള ഒരു ഹേതുഭൂതം ആയിട്ട് വരികയാണ്. അത് ഭഗവാന്റെ ഒരു ലീലയാണ് ഈ ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു പ്രയാസപ്പെട്ടൊന്നുമല്ല ചെയ്യണത്. എന്താ ലീല എന്ന് പറഞ്ഞാൽ ആനന്ദമായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിന് നമ്മൾ ലീല എന്ന് പറയുക അല്ലേ. ചില ജോലി, ആ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ വയ്യ, ഫെട്ടപ്പ്, എനിക്ക് പറ്റണില്ല എന്നൊക്കെ പറയും. അത് നമ്മുടെ മനോഭാവത്തിൻ്റെ കുഴപ്പമാണ്. ആ നമ്മുടെ ജോലിയെ നമ്മളൊരു ലീലയായിട്ട് എടുത്താൽ മതി. സീരിയസ് ആവണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ലീല സീരിയസ് ആയിട്ടും സീരിയസ് ആയാലേ അത് ലീലാഭാവത്തിലേക്ക് വരുള്ളൂ. എൻജോയ് ചെയ്യണം നമ്മളുടെ ജോലിയെ, നമ്മുടെ ജീവിതത്തിനെ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ, സൽക്കർമ്മങ്ങളെ ഒക്കെ നമ്മൾക്ക് ഒരു ആനന്ദമുണ്ടാക്കുന്ന ഒരു അനുഭൂതി വിശേഷമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കണം. അതാണ് ആ ലീലാരാസായ എന്ന് പറഞ്ഞത്. രാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിൽ നിന്നാണോ നമുക്ക് വലിയൊരു ആനന്ദം ഉണ്ടാവുക, ആ പ്രവൃത്തിക്കാണ് രാസം എന്ന് പറയുക. ഭഗവാന്റെ രാസലീല, രാസക്രീഡ എന്ന് പറയില്ലേ, അത് ഭഗവാൻ സ്വയം ആനന്ദിക്കുകയും തൻ്റെ ഭക്തരെ മുഴുവൻ ആനന്ദിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ആ രാസശബ്ദം അതോടുകൂടി ചേർത്തേക്കണേ. അപ്പോൾ അത് ഭഗവാന്റെ ഒരു വിളയാട്ടമാണ്, ഇതെല്ലാം ലീലയാണ്. അങ്ങനെയുള്ള ഭഗവാനെ നമസ്കരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്തു? തേ നമ ഇദം, അങ്ങയ്ക്ക് എൻ്റെ ഈ നമസ്കാരം. ചകൃമ എന്ന് പറഞ്ഞാൽ ഞാൻ സമർപ്പിക്കുന്നു, ചെയ്യുന്നു എന്നർത്ഥം. അവസാനം ഒരു വിശേഷണം കൂടിയും പറഞ്ഞു, ഈശ്വരായ. എന്താ ഈശ്വരൻ എന്ന് പറഞ്ഞ അർത്ഥം? ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ആൾ, എല്ലാത്തിൻ്റെയും ബോസ് ആയിട്ടുള്ള ആൾ അല്ലേ. നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുക അല്ലേ, നമ്മുടെ മുകളിലൊരു ഉദ്യോഗസ്ഥനുണ്ടാവില്ലേ, അദ്ദേഹം പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഇഷ്ടം തോന്നിയാസമൊന്നും പറ്റില്ല. അപ്പോൾ അതുപോലെ അതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞ അർത്ഥം. ഈശനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമാൻഡിങ് പവറോടുകൂടി നമ്മുടെ മുകളിലുള്ള ഒരു ശക്തി വിശേഷമാണ് ഈശ്വരൻ. അപ്പോൾ നമുക്കെല്ലാം വേണ്ടത് വേണ്ട പോലെ തോന്നിക്കുകയും പറഞ്ഞു തരികയും ചെയ്യിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾ, ആ ഭഗവാന്റെ ആജ്ഞയ്ക്കനുസരിച്ച് മാത്രമേ നമ്മൾ എന്തും ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു അർത്ഥം കൂടി അതിലുണ്ട്. അങ്ങനെ നമ്മൾ ഈശ്വരഭാവത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ സ്റ്റെപ്പുകളാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ ആ ഭഗവാന്റെ ഒരു പുരുഷോത്തമ സങ്കല്പം ആണ് ഈ വിശേഷണങ്ങളിലൊക്കെ കാണുന്നത്. എന്തുകൊണ്ടാണ് ഭഗവാനെ പുരുഷോത്തമൻ എന്ന് പറയുന്നത് എന്നുള്ളതുമാണ് ഈ പറയണേ. അപ്പോൾ തൻ്റെ ഉള്ളിലുള്ള ആ മഹസ്സിൻ്റെ, താൻ എന്ന് പറയുന്ന ആ മഹസ് കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആൾ എന്നുള്ള ഒരു വിശേഷണം. പിന്നെ ഭേദബുദ്ധി അകന്നവൻ എന്നുള്ളത്, ആ ബോധധിഷണ ഞാൻ നേരത്തെ പറഞ്ഞു, ആ വിശേഷണങ്ങൾ. ഈ വിശേഷണങ്ങളൊക്കെ നമ്മൾ എപ്പോഴും മനസ്സിലുണ്ടാവണം. വിശ്വോദ്ഭാവസ്ഥിതി ലയേഷു നിമിത്ത ലീലാരാസായ. ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ ഭഗവാന്റെ ഉത്തമ ലീലകളായിട്ട് നമ്മൾ കാണണം. അങ്ങനെയൊക്കെയുള്ള ആ ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറയുന്നതാണ് ആ ശ്ലോകം. ഇനി 15ാമത്തെ ശ്ലോകത്തിലേക്ക് പോവുകയാണ്. നമ്മളിന്ന് സ്വാമിജി വരുമ്പോൾ കുറച്ച് സമയം അദ്ദേഹത്തിന് വേണമല്ലോ, അതൊരു ഭാഗ്യമല്ലേ നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് ഇത്തിരി വേഗത്തിലാണ് പറയുന്നത്. 15ാമത്തെ ശ്ലോകം നോക്കാം നമുക്ക്. ഞാനൊന്ന് ചൊല്ലാം. യസ്യാവതാര ഗുണകർമ്മ വിഡംബനാനി നാമാനി യേസു വിഗമേ വിവശാ ഗൃണന്തി തേ നൈകജന്മശമലം സഹസൈവ ഹിത്വാ സംയാന്ത്യപാവൃതമൃതം തമജം പ്രപദ്യേ എന്നാണ് ആ ശ്ലോകം. എന്താ അതിൽ പറഞ്ഞേക്കണേന്ന് നോക്കുക. യസ്യ, യാതൊരുവൻ്റെ അവതാര ഗുണ കർമ്മ വിഡംബനാനി നാമാനി. അത് നല്ലോണം മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ്. അവിടെ പറഞ്ഞത് നാമാനി എന്നാണ് അവസാനം പറഞ്ഞത്. ഭഗവാന്റെ നാമങ്ങൾ. നമ്മൾ ഭഗവാന്റെ നാമങ്ങളൊക്കെ ചെല്ലാറില്ലേ, സഹസ്രനാമമൊക്കെ ജപിക്കാറില്ലേ. ആ നാമങ്ങൾ നമുക്കൊന്ന് സോർട്ട് ചെയ്യാൻ പറ്റുന്ന പറയണേ.
അല്ലെങ്കിൽ വേണ്ട, നമ്മളിപ്പോൾ സന്ധ്യയ്ക്ക് നാമം ചൊല്ലുന്നത് മതി. ആ സന്ധ്യയ്ക്ക് നാമം ചൊല്ലുന്നതാവുമ്പോൾ അതിനെയൊക്കെ 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഒന്ന് അവതാരനാമങ്ങൾ, പിന്നെ ഗുണനാമങ്ങൾ, പിന്നെ കർമ്മനാമങ്ങൾ. അതെന്താ അതൊക്കെ വ്യത്യാസം? അവതാരനാമങ്ങൾ നമ്മൾ പറയും ഇല്ലേ, ഭഗവാന്റെ കുറേ അവതാരങ്ങളില്ലേ, ആ അവതാരങ്ങളിലൊക്കെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ നാമം ചൊല്ലും. ഇപ്പോൾ കൃഷ്ണ അതൊരു അവതാരമാണ് ഭഗവാന്റെ അല്ലേ. രാമ അങ്ങനെ നാമം ജപിക്കാറില്ലേ, രാമ എന്ന് ചൊല്ലും. ചിലർ നൃഹരേ എന്നൊക്കെ ചൊല്ലും, നരസിംഹ ആയിട്ട് പറയും അല്ലേ. അല്ലെങ്കിൽ ത്രിവിക്രമ എന്നൊക്കെ പറയും, വാമനമൂർത്തിയെ സ്മരിച്ചുകൊണ്ട്. അപ്പോൾ ഭഗവാന്റെ അവതാരങ്ങളെയൊക്കെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന നാമം, അതാണ് ഒരു തരം നാമം. പിന്നെ ഗുണനാമങ്ങളെന്ന് പറഞ്ഞു. ഗുണം ഇഷ്ടം പോലെ ഉണ്ട് പറയാം. ഇപ്പോൾ സഹസ്രനാമം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ഭഗവാന്റെ ഗുണങ്ങൾ, 1000 ഗുണങ്ങളാണ് അതിൽ പറയണേ ഭഗവാന്റെ. നമ്മൾ സർവജ്ഞ എന്നൊക്കെ പറയില്ലേ, സർവജ്ഞനായവനെ എന്നൊക്കെ നമ്മൾ നാമത്തിൽ എത്രയോ വരും. ഭക്തവത്സല എന്നൊക്കെ പറയും അല്ലേ. കരുണാസിന്ധോ, കൃഷ്ണ കാരുണ്യസിന്ധോ എന്നൊക്കെ വിളിച്ചിട്ടില്ലേ മേൽപ്പത്തൂരൊക്കെ. അപ്പോൾ ഭക്തവത്സല, കൃപാലോ എന്നൊക്കെ വിളിക്കും നമ്മൾ അല്ലേ. ക്ലേശം തീർക്കുന്നവനെ എന്നൊക്കെ പറയും. അതൊക്കെ എന്താ? ഭഗവാന്റെ ഗുണങ്ങളാണ്, ഭഗവാന്റെ മഹിമകളാണ്. അതാണ് ആ ഗുണ ശബ്ദത്തിന് പറഞ്ഞത്. പിന്നെയോ കർമ്മം, ഭഗവാൻ ചില അത്ഭുത ലീലകളൊക്കെ ആടിയിട്ടുണ്ട്. ആ ലീലകളെയൊക്കെ അനുസ്മരിച്ചുകൊണ്ടുള്ള നാമങ്ങൾ നമ്മൾ ചൊല്ലും. എന്താ? ഇപ്പോൾ കംസവധം നടത്തി അല്ലേ, കംസാരാധേ എന്ന് ഭഗവാൻ ഇഷ്ടംപോലെ സംബോധനകളുണ്ട് നാമങ്ങളിൽ. എന്താ അതിൻ്റെ അർത്ഥം? കംസൻ്റെ ആരാധി, കംസൻ്റെ ശത്രുവായിട്ടുള്ളവനെ എന്നർത്ഥം. അത് വേറൊരു രീതിയിൽ സമാസിച്ചാലോ, കംസൻ ശത്രുവായിട്ടുള്ളവനെ, അങ്ങനെയും ആവാം. എന്താ? കംസൻ ഭഗവാനെ ശത്രുവായിട്ടാണ് കണ്ടിരുന്നത്, അങ്ങനെയും വിചാരിക്കാം. എന്തായാലും 2 രീതിയിലും കംസാരാധേ. അത് ഏത് കർമ്മത്തിനോട് ബന്ധപ്പെടുത്തിയ പറയണേ? കംസവധം, കംസനെ വധിച്ചു എന്നുള്ള ആ ഭഗവാന്റെ ശ്രേഷ്ഠമായ ഒരു ലീല, ഒരു കർമ്മം, അതിനെ സൂചിപ്പിക്കുന്നതാണത്. അതാണ് കർമ്മ എന്ന് പറഞ്ഞതിൻ്റെ അവിടെ അർത്ഥം. ഇപ്പോൾ പിന്നെ നമ്മളെന്ത് പറയും? ഗോവർദ്ധനോദ്ധാരണ എന്നൊക്കെ പറയും ഇല്ലേ. ഭഗവാന്റെ മറ്റൊരു അത്ഭുത ലീലയാണ് ഗോവർദ്ധനം ഉയർത്തി എന്നുള്ളതൊക്കെ. കാളിയമർദ്ദന എന്നൊക്കെ നമ്മൾ പറയും, അത് മറ്റൊരു ലീലയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പച്ച മലയാളത്തിലും പറയും, വെണ്ണക്കള്ള എന്നൊക്കെ പറയും ഇല്ലേ. ഭഗവാൻ കുറേ അങ്ങനത്തെ കളിയൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭഗവാന്റെ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നാമങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞത്. ആ നാമങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വിഡംബനാനി നാമാനി എന്നൊരു പ്രയോഗമുണ്ട്. എന്താ വിഡംബനം എന്ന് പറഞ്ഞാൽ? വിഡംബനം എന്ന് പറഞ്ഞാൽ അനുകരണമാണ്. എന്താ പറയുക, ഓരോ മനുഷ്യ രൂപമാണ് എടുത്തേക്കണേ അല്ലേ. കൃഷ്ണൻ മനുഷ്യരൂപിയായിട്ട് വന്നു, രാമൻ മനുഷ്യരൂപിയായിട്ട് വന്നു. മനുഷ്യൻ്റെ ജീവിതം ജീവിക്കണം. അപ്പം എന്ത് വേണം? മനുഷ്യൻ്റെ വികാരങ്ങളും വേണ്ടേ? ഭഗവാൻ ആത്മാരാമനാണ്. ഭഗവാൻ എന്ത് വികാരങ്ങൾ? ഇമോഷൻസ് ഒന്നുമില്ല. ഭഗവാൻ അങ്ങനത്തെ യാതൊരു ഇമോഷനും ഇല്ലാത്ത ആളാണ്. എന്നാലും ഭഗവാൻ എന്ത് ചെയ്യണം? സീതയെ രാവണൻ കട്ടുകൊണ്ട് പോയപ്പോൾ നിലവിളിച്ചു എന്നാണ് പറയണേ. അയ്യോ എൻ്റെ സീതയെ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് വിലപിച്ചു എന്നാണ് പറയണേ. ഭഗവാൻ ആത്മാരാമനായിട്ടുള്ള ആളെ. ലക്ഷ്മണന് രാവണൻ്റെ വേല് കൊണ്ടിട്ട് വീണു, മരിച്ച പോലെയായി. അപ്പോഴോ എൻ്റെ അനിയൻ പോയേ, ഇനിയിപ്പോൾ ഞാനെന്തിന് ജീവിക്കണം എന്നായി ഇല്ലേ. അത് വിഡംബനം എന്നാണ് പറയുന്നത്. വിഡംബനം എന്ന് പറഞ്ഞാൽ അനുകരണം എന്നാണ് സംസ്കൃതത്തിലെ ആ വാച്യാർത്ഥം. അത് അഭിനയിക്കുക. അപ്പോൾ നല്ലൊരു നടനായിട്ട് അഭിനയിച്ചു എന്നാണ് പറയണേ ഭഗവാനെ. ഇപ്പോൾ നമ്മളൊക്കെ നാടകത്തിൽ സ്ത്രീ വേഷമൊക്കെ കെട്ടും. ഞാനൊക്കെ കുട്ടിക്കാലത്ത് ആദ്യം സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എന്നെ പെണ്ണുവേഷം കെട്ടിക്കുക നാടകത്തിൽ. അത് പല രൂപ വ്യത്യാസത്തിൻ്റെയൊക്കെ ആയിരിക്കാം, പൊക്കം കുറവായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ആവും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മൾ ശരിക്ക് ആ പെണ്ണായിട്ട് അങ്ങോട്ട് അഭിനയിക്കണം, പുരുഷനായിരിക്കും. അതുപോലെ ഇപ്പോൾ കഥകളിയിലൊക്കെ കോട്ടയ്ക്കൽ ശിവരാമനൊക്കെ സ്ത്രീവേഷത്തിലെ പ്രഗത്ഭനായിട്ടുള്ള ആളല്ലേ. അപ്പോൾ എന്ന് വെച്ചിട്ട് അവർ പുരുഷനല്ലാണ്ടാവണില്ല. അപ്പോൾ താതാത്മ്യത്തോട് കൂടിയിട്ട്, തന്മയത്വത്തോട് കൂടിയിട്ട് താൻ കെട്ടിയ വേഷത്തിനോട് നീതി പുലർത്തിക്കൊണ്ട് അഭിനയിക്കുന്ന അഭിനേതാവാണ് മിട്ടുമിട്ടുക്കൻ. സ്ത്രീ വേഷത്തിനൊക്കെ എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ആ അഭിനയ ഒരു എന്ന് പറയുന്ന കലയുടെ ഒരു പ്രത്യേകതയാണ്.
അപ്പോൾ അതുപോലെ ഭഗവാൻ ഇവിടെ എന്താ ചെയ്തത്? മനുഷ്യൻ്റെ വേഷം കെട്ടിയിട്ട് കളിക്കാൻ വന്നേക്കുക. അപ്പോൾ എന്തായി? ശരിക്കും മനുഷ്യനായി. മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളോടും കൂടിയിട്ടാണ്. നമ്മളിവിടുത്തെ ആദ്യത്തെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ഫസ്റ്റ് ക്ലാസ് തുടങ്ങിയത് ഉണ്ണികൃഷ്ണൻ സാറാണ്. അതിൽ ഉള്ളവരിവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ക്ലാസ്സിൽ പഠിച്ചത് കുന്തി സ്തുതിയാണ്. ആ കുന്തി സ്തുതിയിലെ കുന്തിയുടെ ആ സ്തുതി പഠിപ്പിച്ചപ്പോൾ നമ്മൾ കേട്ടു, രണ്ടുമുണ്ട്. അതിൽ ഭഗവാനെ ഒരു നിർഗുണ ബ്രഹ്മമായിട്ടുള്ള സ്തുതികളുമുണ്ട്, എന്നാൽ ഒരു കൊച്ചു കുട്ടിയായിട്ടും വലിയ ആളായിട്ടും ഒക്കെയുള്ള ആ പുത്രഭാവത്തിലും ഉള്ള ഒരു സ്തുതി പ്രസ്താവനകളും ഉണ്ട് അതിൽ പക്ഷേ ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് മറക്കാൻ പറ്റാത്തൊരു രംഗമുണ്ട്. കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് പറയണത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗോപ്യ ആദതേ എന്ന് തുടങ്ങുന്ന ശ്ലോകമാണ്. അതിലെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുറുമ്പ് കാണിച്ചിട്ട് ഒരു വടി എടുത്തിട്ട് യശോദമ്മ ഓടുമ്പോൾ മൂപ്പര് ഓടുക. അപ്പോൾ പിന്നാലെ ഓടിച്ചു കഴിഞ്ഞപ്പോൾ നിന്നു. അമ്മ പാവം വേർക്കണോ കഥയ്ക്കണോ എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള ഭാവത്തിലാളൊന്ന് നിന്നു കൊടുത്തതാണ്. പക്ഷേ യശോദയുടെ വിചാരം എന്താ? നീ അത്രയോടെ എനിക്ക് കിട്ടും നിന്നെ എന്നുള്ള ഭാവത്തിലാണ് പിടിച്ചത്. അങ്ങനെ പിടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞ് അപ്പോൾ നിന്നു കൊടുത്തത് അമ്മ പാവം എന്ന് വിചാരിച്ചിട്ടാണല്ലോ. ആയിക്കോട്ടെ, അമ്മ പിടിച്ചതാണ്, അമ്മ ജയിച്ചു, അത് സന്തോഷമല്ലേ. അങ്ങനെ പിടിച്ചു, ഉരലിൽ കെട്ടിയിടാൻ നോക്കി, നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ അതിന് മുമ്പ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ 2 കൈയും കൂടി ഇങ്ങോട്ട് പിടിച്ചിട്ട് ആ വട്ടി ഇങ്ങനെ പൊക്കി ഒന്നിങ്ങനെ പറപ്പിച്ചു. അപ്പോൾ കൃഷ്ണൻ പേടിച്ച് വിറച്ചാണ്ട് കരഞ്ഞു എന്നാണ് പറയണത്. കാരണം സീനൊക്കെ അതിൽ പറയുന്നുണ്ട്. എന്ത് രസമാണെന്നറിയാതെ കണ്ണൊക്കെ ഇങ്ങനെ എഴുതിച്ചിട്ടുണ്ടായിരുന്നു യശോദമ്മ കാലത്ത് തന്നെ. കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വന്നു. അപ്പോൾ തന്നെ കുറേ കീഴ്പൊട്ടയ്ക്കായി. പോരാത്തതിന് ഒരൊറ്റ തിരുമ്പല, നല്ല ഭംഗിയുണ്ടാവില്ലേ? അങ്ങനെയായി. അത് കഴിഞ്ഞാൽ പേടിയും ഭയവും അഭിനയിച്ച് കണ്ടപ്പോൾ പറയണ കുന്തി അഭിനയിച്ചതാണെന്ന് അറിയാമല്ലോ. കുന്തി പറയാണ്, എനിക്കത് മറക്കാൻ പറ്റില്ല, എന്നെ ആകെ മോഹിപ്പിച്ചു എന്നാണ് പറയണേ. എൻ്റെ മനസ്സിൻ്റെ ചിത്തഭ്രമം ഉണ്ടാക്കി എനിക്കെന്നാണ് പറയണേ. അത് കണ്ടിട്ട് അത് കഴിഞ്ഞിട്ടൊരു കാര്യം പറയുന്നുണ്ട്, എന്നറിയോ? ഭീയേത എന്നാണ് പറയുന്നത്. ഭീ എന്ന് പറഞ്ഞാൽ ഭയം. ഭയത്തിന് ഒരു ആൾരൂപം കൊടുക്കുകയാണ്, ഒരു മൂർത്തിമത് ഭാവം കൊടുക്കുകയാണ്. അങ്ങനെയുള്ള ആ ഭയം പോലും ഭഗവാനെ കണ്ടാൽ പേടിക്കുക ചെയ്യാന്ന്. അങ്ങനത്തെ ഭഗവാൻ ഭയം അഭിനയിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് വിഡംബനം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ആ ഭഗവാന്റെ എല്ലാ അവതാരങ്ങളിലും ആ വിഡംബനം ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഉള്ള നാമങ്ങൾ നമ്മുടെ ആധ്യാത്മിക കവികളൊക്കെ എഴുതിയിട്ടുള്ളതൊക്കെ ഈ ഭാവങ്ങളിലുള്ള നാമങ്ങളാണ്. എത്രയോ നാമങ്ങൾ, അതൊക്കെ ഇപ്പോൾ ഉദ്ധരിക്കാൻ സമയമില്ല നമുക്ക്. എന്തായാലും അപ്പോൾ പറഞ്ഞു വന്നെന്താ ബ്രഹ്മാവ്? യേ അസുവിഗമേ വിവശാ ഗൃണന്തി. അസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണനാണ്, പ്രാണൻ. ആ പ്രാണൻ പോണ സമയത്ത്, വിഗമം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകലാണ്. നമ്മുടെ ശരീരത്തിലെ പ്രാണൻ പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമ്മൾ ജഡമാവും, മരിക്കും അല്ലേ? മരിച്ചു എന്ന് നമ്മൾ പറയും. നിര്യാണം, നിഹിയാനം, അതാണ് നിര്യാണം. നിഹി എന്ന് പറഞ്ഞാൽ നിശേഷം, പൂർണ്ണമായിട്ടും യാനം പോല്, അങ്ങനെ വരുന്നതാണ്. എന്താ പോണേ? ജീവൻ. ആ ജീവൻ എന്ന് പറയുന്നതാണ് 5 പ്രാണങ്ങളിൽ കൂടിയിട്ടുള്ളതാണ് ജീവൻ. അപ്പോൾ ആ 5 പ്രാണങ്ങളും പോയി എന്നുള്ളതിനാണ് നീ എന്നുള്ള ശബ്ദം ഉപയോഗിച്ചത്, നിര്യാണം എന്ന് പറഞ്ഞത്. ഒരു പ്രാണം മാത്രം പോയാലോ? മരിക്കില്ല, മുഴുവൻ മരിക്കില്ല. നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ, ആക്സിഡൻറ്റിൽ ബ്രെയിൻ ഡെത്ത് പറ്റി. അപ്പോൾ ബ്രെയിൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ, ബാക്കിയൊന്നും മരിച്ചിട്ടില്ല. ഹാർട്ട് മരിച്ചിട്ടില്ല. ഇനി രക്ഷപ്പെടില്ല, അത് ഉറപ്പായി. കുറച്ച് നേരം കൂടിയൊക്കെ ഹാർട്ട് സ്പന്ദിക്കും, ബാക്കിയെല്ലാം പ്രവർത്തിക്കും. എന്നാൽ കേട്ടില്ലേ, ഒരു കുട്ടി ഒരു ആക്സിഡൻറ്റിൽ മരിച്ചിട്ട് ആ മാതാപിതാക്കൾ 6 പേർക്ക് ജീവൻ കൊടുത്തെന്ന് പറഞ്ഞ്. 2 കണ്ണ് 2 പേർക്ക്, അല്ലേ? 2 പേർക്ക് ഹാർട്ട്, പാൻക്രിയാസും കൊടുത്തു. അങ്ങനെ 6 പേർക്ക് ജീവൻ കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പ്രാണം മുഴുവൻ പോയിട്ടില്ല. അതുകൊണ്ടാണ് അത് സാധിച്ചത്. അപ്പോൾ ഇവിടെ അസുവിഗമേ എന്ന് പറയുന്ന ഈ പ്രാണങ്ങൾ, 5 പ്രാണങ്ങൾ ഇങ്ങനെ പോണ സമയത്ത് വിവശാഗൃണന്തി, വളരെ വിവശരായിരിക്കുമല്ലോ മരിക്കാൻ പോകുന്ന സമയത്ത്. നമ്മൾ ആ സമയത്തായാലും ശരി, ഈ ഭഗവാന്റെ അവതാര ഗുണകർമ്മ വിഡംബനങ്ങളെക്കുറിച്ചുള്ള നാമങ്ങളൊക്കെ ഗൃണന്തി, ഉച്ചരിക്കുക, ഉറക്കെ പാടുക, പറയുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണേ? തേ നൈക ജന്മശമലം
അവരുടെ ജന്മശമലം, ജന്മം എന്ന് പറഞ്ഞാൽ ഈ ഓരോ ജന്മങ്ങൾ എടുക്കുക, കർമ്മങ്ങൾ ചെയ്തിട്ടാണ് ജന്മം ഉണ്ടാവണേ. ആ ജന്മങ്ങൾ ചെയ്യുമ്പോൾ വീണ്ടും കർമ്മം ചെയ്യുകയാണ്. അപ്പോൾ എന്ത് പറയണു? ഈ ശമലം എന്ന് പറയുന്ന പാപം, അതിൻ്റെ ഫലം അതെല്ലാം ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് വന്നേക്കാണ്. അതെല്ലാം എന്ത് സംഭവിക്കുന്ന പറയണ തേ നൈക എന്നുള്ളൊരു പ്രയോഗമുണ്ട്. ന ഏക, കഴിഞ്ഞ ജന്മത്തിൽ മാത്രമല്ല, ഈ ജന്മത്തിൽ മാത്രമല്ല, ഇതുവരെയുള്ള എല്ലാ ജന്മങ്ങളിലും. ന ഏകം എന്ന് പറയുന്നതാണ് അനേകം. അപ്പോൾ അനേക ജന്മങ്ങളിൽ കൂടെ നമ്മിൽ അടിഞ്ഞ് വന്നിട്ടുള്ള ഈ കർമ്മഫലങ്ങൾ എല്ലാം സഹസൈവ ഹിത്വ, ഒട്ടനെ തന്നെ, ഇൻസ്റ്റൻ്റ്ലി, ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഹിത്വ കളയും, ഉപേക്ഷിക്കും. എന്ത് ചെയ്താലും ഇങ്ങനെ ഉപേക്ഷിക്കുക? മരണസമയത്ത് ആ ഭഗവൻ നാമം ജപിച്ചാൽ, മരണസമയത്ത് നമ്മൾ ആ ഭഗവാന്റെ നാമം ജപിക്കുക. ആ മരിക്കുന്ന ആൾക്ക് ജപിക്കാൻ പറ്റിയില്ലെങ്കിലോ കേൾപ്പിക്കുക. ചെവിടൊക്കെ കുറച്ച് പതായിട്ടുണ്ടാവും, വിരോധമൊന്നുമില്ല. സൂക്ഷ്മ ശരീരിയാവും കുറച്ച് നേരത്തേക്ക് ഈ മരണസമയത്ത് ആ വ്യക്തി. ആ സൂക്ഷ്മ ശരീരത്തിന് ഈ പഞ്ചേന്ദ്രിയങ്ങളൊന്നും വിഷയമല്ല. ചെവി കേൾക്കുമോ അതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ആ ഭാവം ഉണ്ടല്ലോ, എന്ത് ഭാവം? ഈ ജീവൻ പോകുന്ന ഇപ്പോൾ ഈ ശരീരത്തിൽ നിന്നും വിട്ടുപോകുന്ന ഈ ജീവൻ, ആ ജീവൻ്റെ എല്ലാ ദോഷങ്ങളും ശമലങ്ങളും ഇല്ലാതാവണേ എന്നുള്ള ഒരു സങ്കല്പശക്തിയോട് കൂടിയിട്ടാണ് കൂടെ ഇരിക്കണ ഒരു നാരായണ നാമം ജപിക്കണേ. അതാണ് ആ സൂക്ഷ്മ ജീവൻ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുമ്പോൾ ആ സൂക്ഷ്മ ജീവൻ്റെ അതുവരെ ആ സമ്പാദിച്ച് കൂട്ടിയ എല്ലാ ശമലം, എല്ലാ കർമ്മഫലങ്ങളെയും ഉപേക്ഷിക്കാൻ സാധിക്കുന്ന പറഞ്ഞ്, ഇല്ലാതാവാൻ സാധിക്കും. ഹിത്വ എന്നാണ് പറഞ്ഞത്. എന്നിട്ടോ സംയാന്തി അപാവൃതമൃതം. ഋതം എന്ന് പറഞ്ഞാൽ സത്യമാണ്. സത്യം, പരമമായ സത്യത്തിനാണ് ഋതം എന്ന് പറയുക. അതിലേക്ക് സംയാന്തി എത്തിച്ചേരുന്നു. ആ സത്യത്തിലേക്കാണ് ആ ജീവൻ പിന്നെ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ അതാണ് മോക്ഷം. ആ മോക്ഷപ്രാപ്തി ഉണ്ടാവും എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? അവിടെ അപാവൃതം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപാവൃതം എന്ന് പറഞ്ഞാൽ ഒരു ആവരണവും ഇല്ലാത്ത, കലവറയും ഇല്ലാത്ത, മൂടലില്ലാത്ത എന്നാണ്. ഇപ്പോൾ ഈശാവാസ്യോപനിഷത്തിലൊരു മന്ത്രമില്ലേ, എന്താണ്? ഹിരൺമയേന പാത്രേണ സത്യസ്യ ആഭീതം മുഖഃ. സത്യം അവിടെ ഉണ്ടാവും, അതിൽ ഒരു സംശയമില്ല. പക്ഷെ നമ്മൾക്കൊന്നും സത്യം കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അത് മൂടി വെച്ചിട്ടുള്ളതുകൊണ്ടാണ്. അതാണ് ഹിരൺമയേന പാത്രേണ, മൂടി വെച്ചേക്കണ എന്തുകൊണ്ടാണ്? സ്വർണ്ണപാത്രം കൊണ്ടാണേ. അപ്പം നമ്മുടെ കണ്ണ് നേരെ ചെല്ലുക ആ മൂടിയിലേക്കോ, മൂടിയുടെ ഉള്ളിലുള്ള ദിക്കിലേക്കോ? സ്വർണ്ണാണേ, കാണാണ്ടിരിക്കാൻ പറ്റുമോ? അല്ലേ? ഒരു സ്ത്രീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വരണ കാണുമ്പോൾ പെണ്ണുങ്ങളാണ് കേട്ടോ കൂടുതൽ, ആണുങ്ങൾ അത്രയും നോക്കില്ല. ആദ്യം നോക്കുക എന്താ? മാല, എന്ത് മാല ഇട്ടേക്കണേ, ഇത് പിടിച്ചൊക്കെ നോക്കും. ചിലപ്പോൾ എത്ര പരിചയമുള്ളവരുത്, എവിടുന്നാ വാങ്ങിച്ച്, എത്ര പവനുണ്ട്, അല്ലേ? ഇതെല്ലാം ആദ്യത്തെ ചിന്ത. രണ്ടാമത് സാരിയിലേക്ക് നോക്കും, പിന്നെ ബാക്കി പലതും. അത് നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ആ ഹിരൺമയേന പാത്രേണ സത്യസ്യ ആഭീതം മുഖം, അതുകൊണ്ടാണ് നമ്മൾ സത്യം കാണാത്തത്, സത്യത്തിലേക്ക് എത്താത്തത്. പക്ഷേ ഈ ഭഗവൻ നാമജപത്തോടുകൂടി ഈ ശരീരത്തിൽ നിന്നും ഈ ജീവൻ പോകുമ്പോൾ അപാവൃതം എന്ന് പറഞ്ഞു. അവിടെ ഹിരൺമയ പാത്രം കൊണ്ടൊന്നും മൂടില്ല ആരും. ആ പരമമായ ശുദ്ധമായ ആ സത്യത്തിനെ ദർശിക്കും. ആ സത്യത്തിലേക്ക് സംയാന്തി എന്ന് പറഞ്ഞ് ദർശിക്കുകയല്ല ചെയ്യുക, എത്തിച്ചേരുന്ന പറഞ്ഞ് അതിലേക്ക് എത്തിച്ചേരും. അത് ആരുടെ മിടുക്കാണ്? ആരുടെ നാമം ചൊല്ലിയോണ്ട് അങ്ങനെ ഉണ്ടായേ? ഭഗവാന്റെ അല്ലേ? ആ ഭഗവാനെ തം അജം പ്രപദ്യേ, ജന്മരഹിതനായിട്ടുള്ള. എന്തുകൊണ്ടാണ് ഭഗവാന് നമുക്ക് ഒരു പുനർജന്മമില്ലാത്ത അവസ്ഥ തരാൻ പറ്റണേ? ഭഗവാനില്ല, ഭഗവാന് വേറൊരു ജന്മമില്ല, മുമ്പുമില്ല പിമ്പുമില്ല. അതാണ് അജം എന്ന അതേ വാക്ക് തന്നെ അവിടെ ഉപയോഗിച്ചത്. നമ്മൾക്കിപ്പോൾ ഒരാളെ ധനം കൊണ്ട് സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ കയ്യിൽ ധനം ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ആഗ്രഹം മാത്രമുള്ളതുകൊണ്ട് കാര്യമുണ്ടോ? അതുപോലെ ഭഗവാനെ സംബന്ധിച്ച് ഭഗവാനിപ്പോൾ ഒരു വരം കൊടുക്കുകയാണെങ്കിൽ ഭഗവാന് ആ ക്വാളിറ്റി ഉണ്ടാവണ്ടേ?
അതുണ്ട് എന്ന് പറയാണ് അജം. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഭഗവാനെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞത്. ഈ മരണസമയത്ത് നാമം ചെല്ലുന്ന ഒരു വലിയ സംസ്കാരം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു മുത്തശ്ശിയൊക്കെ മരിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇരുന്ന് നാമം ചൊല്ലിയതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഒരു ഇതില്ല. എന്താ കാരണം? ഇപ്പോൾ എവിടെയാണ് നമ്മൾ മരിക്കണേ? നമ്മുടെ ആൾക്കാരും ബന്ധുക്കളും ഇപ്പോൾ മരിക്കണ എവിടെയാണ്? ഡെഡ് ബോഡിയാണ് നമുക്ക് ഇവിടെ കിട്ടുക. ICUവിലാണ് മരിക്കണതേ. അതുകൊണ്ടാണ് എന്തൊക്കെ ആലോചന അവർക്കുണ്ടാവും. അവർ ആ സൂക്ഷ്മ ജീവൻ തുടിക്കുന്നുണ്ടാവും ബന്ധുക്കളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, ഇല്ലേ? അതൊന്നും ഇല്ലാണ്ടാണ് മരിക്കണേ. പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ ആയി ഇപ്പോൾ സ്ഥിതി. മറിച്ച് നമ്മളിപ്പോൾ മരിക്കുന്ന ഉറപ്പുണ്ടായില്ലെങ്കിൽ അത്യാസന്നാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവർ ശാന്തമായിട്ട് നമ്മളെയൊക്കെ കണ്ടുകൊണ്ട് നാമജപമൊക്കെ കേട്ടോണ്ട് അവരുടെ ആ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് പോട്ടെ. ഏറ്റവും നല്ല കാര്യം അത്. പക്ഷെ നമ്മളാരും അത് ചെയ്യില്ല. അങ്ങനെ ആയിപ്പോയി, എന്താ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതൊക്കെ പഠിപ്പിക്കുന്നത് അതാണ്. നാരായണീയം നിങ്ങളൊക്കെ വായിക്കാറുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും നാരായണീയം വായിക്കാത്തൊരാരും ഇതിലില്ല. അപ്പോൾ അതിൽ മേൽപ്പത്തൂർ ഭട്ടതിരിയാണല്ലോ എഴുതിയേക്കണേ. മേൽപ്പത്തൂരിൻ്റെ ഗുരുനാഥനുണ്ടായിരുന്നു. ആരാണെന്നറിയോ? അച്യുത പിഷാരടി. അപ്പോൾ അച്യുത പിഷാരടി വാർദ്ധക്യമായി. അച്യുത പിഷാരടി മരുമകളെയാണ് മേൽപ്പത്തൂർ വേളി കഴിച്ചത്, വിവാഹം കഴിച്ചത്. അപ്പോൾ മരിക്കുന്ന സമയത്ത് അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു, ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരു ശ്ലോകം ചൊല്ലിയെന്ന, ആ ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് മരിക്കണേ. പക്ഷേ ശ്ലോകം അങ്ങോട്ട് മുഴുവനാക്കാൻ പറ്റിയില്ല. അപ്പോൾ ബാക്കി മേൽപ്പത്തൂരാണ് അത് പൂരിപ്പിച്ചതെന്നും ആണ് ഐതിഹ്യം. ആ ശ്ലോകം നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു ശ്ലോകമാണ്. മരണമാണ് നടക്കണതേ. അപ്പോൾ ആ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഓർമ്മ മുഴുവനും പോയിട്ടില്ല. പിന്നെ ഈ കവിതയും വൃത്തവും സാഹിത്യവും ഒക്കെ ആ രക്തത്തിലുള്ളതുകൊണ്ട് ഒരു ശ്ലോകം ചൊല്ലി എന്നാണ് പറയുന്നത്. അദ്ദേഹം ചൊല്ലിയ ശ്ലോകം പറഞ്ഞു, കായേ സീതതി, ശരീരം വിറയ്ക്കുകയാണ്. കായേ സീതതി കണ്ഠരോധിനി കഫേ, ഈ കണ്ഠം രോധിക്കുകയാണ് കഫം വന്നിട്ട്. കഫം വന്ന് നിറഞ്ഞു. ആ പ്രായമാകുമ്പോൾ അങ്ങനെയാണ്, കഫം ഇങ്ങനെ വന്ന് നിറയും. മരിക്കുന്നതിന് മുമ്പ് തന്നെ വയസ്സായവരൊക്കെ ഇത്തിരി കഫത്തിൻ്റെ ആരോഗ്യമില്ലാത്തവരാരും ഉണ്ടാവില്ല. ആ കണ്ഠരോധിനി കഫേ കുണ്ഠേ ച വാണീപഥേ, നമ്മൾ ഈ ശബ്ദം വരുന്ന വഴിയുണ്ടല്ലോ, ആ വഴിക്കൊക്കെ ഇങ്ങനെ തടസ്സം ഉണ്ടാക്കുക ഈ കഫം വന്നിട്ട്. അതുകൊണ്ട് ശബ്ദം ശരിക്കും പുറത്തേക്ക് വരുന്നില്ല. കുണ്ഠേ ച വാണീപഥേ ജിംഹായാം ദൃശി, നോക്കുമ്പോൾ എന്താണ്? ഒന്നും തെളിഞ്ഞ് കാണുന്നില്ല, എല്ലാം ബ്ലർഡായിട്ടാണ് കാണുന്നത്. ജിംഹ എന്ന് പറഞ്ഞാൽ വളഞ്ഞാന്ന് അർത്ഥം, നേരെയല്ല എന്നർത്ഥം. ജിംഹായാം ദൃശി ജീവിതേ ജിഗമിഷവും, ഈ എൻ്റെ ജീവൻ ഇതാ പോവാൻ തയ്യാറായി എടുത്തുകൊണ്ടിരിക്കുക. പാക്കിങ് തുടങ്ങിയേക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. ആ അവസ്ഥയിലാണ്. അതാണ് ജീവിതേ ജിഗമിഷവും ശ്വാസേ ശനൈ ശമ്യതി, എൻ്റെ ശ്വാസം ദാ പതുക്കെ 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 കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്തിങ്കൽ ഇങ്ങനെ വരുന്ന ഈ സമയത്ത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥിക്കണേ? ആഗത്യ സ്വയമേവ, എനിക്ക് വിളിക്കാനും ഉറക്കെ വിളിക്കാനും നാമം ചെല്ലാനൊന്നും പറ്റില്ല. അപ്പോൾ എൻ്റെ ഈ അവസ്ഥ കണ്ടറിഞ്ഞിങ്ങോട്ട് വരൂ. ആരോടെ പറയണേ? കാത്യായനീ കാമുക, പാർവതിയുടെ ഭർത്താവേ എന്ന് പരമശിവനെയാണ് വിളിക്കണേ. ശിവനോട് പറയാണ്, വരൂ, എൻ്റെ അടുത്തേക്ക് വരൂ. ആഗത്യ സ്വയമേവ, തന്നെ വരൂ. എന്നിട്ടോ കാത്യായനീ കാമുക കർണേ വർണ്ണയതാത്, എൻ്റെ ചെവികളിൽ വന്നിട്ടൊന്ന് ജപിക്കൂ. എന്താ ജപിക്കേണ്ടത്? ഭവർണ ഭയാത് ഉത്താരകം, എനിക്ക് ഇനിയൊരു ജന്മം ഏതു വിധത്തിലാണോ ഇല്ലാണ്ടാവുക അതിന് പറ്റിയ ഒരു മന്ത്രം ജപിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭവർണവ ഭയാത് ഉത്താരകം എന്ന് പറഞ്ഞപ്പോഴേക്കും ആൾ പിന്നെ പോയി, ജീവൻ പ്രാണം മുഴുവനും പോയി. അപ്പോൾ മേൽപ്പത്തൂർ അടുത്തിരിക്കുന്നുണ്ട്. നെഞ്ഞത്തടിച്ച് അങ്ങോട്ട് അയ്യോ ഗുരുനാഥ എന്നൊക്കെ അറിയുമെന്നല്ല ചെയ്തത്. അദ്ദേഹം എന്ത് ചെയ്തു? അതിൻ്റെ ബാക്കി അങ്ങോട്ട് പറഞ്ഞു എന്നാ, ഉത്താരകം താരകം, താരകമന്ത്രം ജപിക്കാനാണ് പറഞ്ഞത്. എന്താ താരകമന്ത്രം? ശ്രീരാമമന്ത്രമാണ് താരകമന്ത്രം. എന്താ അങ്ങനെ ശിവനോട് പറയാൻ കാരണം താരകമന്ത്രം ജപിക്കാൻ?
ശ്രീരാമൻ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ, ശിവൻ ഇങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന പടങ്ങളൊക്കെ. ആ ധ്യാനത്തിലിരിക്കുമ്പോൾ ഭഗവാൻ ആരെയാണ് ജപിക്കണേ? രാമമന്ത്രമാണ് ജപിക്കണേ. മറിച്ചും ശ്രീരാമൻ ഇങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന പടം കണ്ടിട്ടുണ്ട് ഇല്ലേ, അവിടെ ജപിക്കണത് ശിവൻ്റെ മന്ത്രമാണ്. നമ്മൾ ശിവായ എന്നാണ് ഇവിടെ ജപിക്കണേ, ഹരേ രാമ എന്നാണ് അവിടെ ജപിക്കണേ. അപ്പോൾ അത് താരക മന്ത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അത് താരക മന്ത്രമാണ്. അത് ജപിച്ചാലും മതി. ആരെങ്കിലും മരിക്കുന്ന സമയത്ത് നമ്മൾ അടുത്തുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യം ഓറൊക്കെ ഇതങ്ങോട്ട് ജപിക്കുക. നാരായണ നാരായണ എന്ന് ജപിച്ചാലും മതി. അല്ലെങ്കിൽ രാമ 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 പാഹിമ, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ, അതങ്ങോട്ട് ജപിച്ചു കൊടുക്കുക. ഇതൊക്കെ നമുക്ക് അറിയണതല്ലേ. പക്ഷേ ലജ്ജ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അയ്യോ, ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ, എനിക്ക് വട്ടാണെന്ന് വിചാരിക്കുമോ എന്നൊക്കെയാണ് ചിലർ വിചാരിക്കുക. അതൊന്നുമില്ല. നമുക്ക് ചെയ്തു കൊടുക്കാൻ ആ ജീവന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് കുറേ വിലപിക്കണമുണ്ടോ, അല്ലെങ്കിൽ കുറേ കണ്ടോളൻസസ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കണുണ്ടോന്നും ഒരു കാര്യമില്ല. ആ സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഉറക്ക നാമം ജപിച്ച് കൊടുക്കലാണ് ഏറ്റവും നല്ല കാര്യം. അങ്ങനെ ആയാൽ ആ ജീവന് മുക്തി കിട്ടും. പിന്നെ ഒരു ശരീരത്തിലേക്ക് പോയിട്ട് കഷ്ടപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ആ ശ്ലോകം, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു ശ്ലോകം അത്. ഒന്നുകൂടിയും ചെല്ലാം. യസ്യാവതാര ഗുണകർമ്മ വിഡംബനാനി നാമാനി യേ സുവിഗമേ വിവശാ ഗൃണന്തി തേ നൈകജന്മശമലം സഹസൈവ ഹിത്വാ സംയാന്ത്യപാവൃതമൃതം തമജം പ്രപദ്യേ എന്നുള്ളതാണ് ആ ശ്ലോകം. അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. യോ വാ അഹം ച ഗിരിശശ്ച വിഭു സ്വയം ച സ്ഥിത്യുദ്ഭവ പ്രളയ ഹേതവ ആത്മമൂലം ഭിത്വാ ത്രിപാദ്വവൃധ ഏക ഉരുപ്രവാഹസ്തസ്മൈ നമോ ഭഗവതേ ഭുവനദ്രുമായ. ഭഗവാനെ ഏതേത് ഭാവനകളിലാണ് ഈ ബ്രഹ്മാവ് കാണണേ എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയണേ. ഭുവനദ്രുമായ എന്നാണ് പറഞ്ഞത്. ഭുവനമാകുന്ന ദ്രുമം, ദ്രുമം എന്ന് പറഞ്ഞാൽ വൃക്ഷമാണ്. അപ്പോൾ ഭഗവാനെ ഒരു വൃക്ഷഭാവനയിൽ കാണുകയാണ് ചെയ്യണേ. അങ്ങനെയുള്ള ഭഗവാനെ ഞാനിത് നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാണ് അത് അവസാനിപ്പിച്ചത്. എന്താ പറഞ്ഞത്? അതിൽ രണ്ടാമത്തെ വരിയിൽ ആത്മമൂലം എന്നൊരു പദമുണ്ട്. അപ്പോൾ ആ ഭഗവാന്റെ മൂലം ആത്മ ശബ്ദം കൊണ്ടാണ് പറയണത്. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു, നമ്മുടെ ഈ സത്രത്തിൻ്റെ ഒരു മുദ്രാശ്ലോകം പറഞ്ഞു. വദന്തി തത്വവിദഃ തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദയതേ. ബ്രഹ്മം, ആത്മാവ്, പരമാത്മാവ്, ഭഗവാൻ എന്നൊക്കെ പറയണത് ഒരേ തത്വത്തിനെയാണ്, അദ്വൈത തത്വത്തിനെയാണ് ഈ പറയുന്നത്. രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അതിതാണ്, ഈ പേരൊക്കെയാണ് പറയുക എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ ഒരു സാരം. അപ്പോൾ ഇവിടെ അതാണ് ആത്മമൂലം എന്ന് പറഞ്ഞ്, ആത്മാവായിട്ട് ഒരെണ്ണേ ഉള്ളൂ, അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഒരു വൃക്ഷം ഭുവനദ്രുമായ എന്ന് പറഞ്ഞു. ഈ വൃക്ഷത്തിൻ്റെ ഒരു രൂപം എങ്ങനെയാണ്? ആ വൃക്ഷത്തിന് ഒരു ട്രങ്ക്, ഒരു തടി ഉണ്ടാവും ഇല്ലേ? ആ തടി അങ്ങോട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താവും? അതൊക്കെ ശാഖകളായിട്ട് പോകും അല്ലേ? അത് കഴിഞ്ഞാൽ ആ ശാഖകൾ പിന്നെ ഉപശാഖകളായിട്ട് പോകും. അതിൽ ഇലകൾ, കായകൾ, പൂക്കളൊക്കെ ആയിട്ട് പോകും. അപ്പോൾ ഭഗവാനും അങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ ഭഗവാൻ ആദ്യം തന്നെ 3 ശാഖകളായിട്ടാണ് പിരിഞ്ഞത് എന്ന് പറയാണ്. എന്താണെന്ന് നോക്കുക. യോ വാ അഹം ച. അഹം എന്ന് പറയുന്നത് ഞാൻ എന്ന് പറഞ്ഞാൽ ആരാ? ബ്രഹ്മാവല്ലേ സ്തുതിക്കണത്. അപ്പോൾ ആ ബ്രഹ്മാവ്, ഞാൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ബ്രഹ്മാവ്. അപ്പോൾ ആ ബ്രഹ്മാവ് ഗിരിശൻ എന്ന് പറഞ്ഞാൽ ശിവൻ. ഗിരിശ്ച വിഭു എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു. അപ്പോൾ ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു എന്നിങ്ങനെ 3ആയിട്ട് പിരിഞ്ഞു. അപ്പോൾ 3 ശാഖകളാണ് ഈ വൃക്ഷത്തിനുണ്ടായത്. ഇത് 3ഉം ആരാണ്? ഭഗവാൻ തന്നെയാണ്. വിഷ്ണു ആയതും ആ ആത്മമൂലം എന്ന് പറയാൻ കാരണം അതാണ്. അതിൻ്റെ സത്തയായിട്ടുള്ള ആ ഭാവം ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാനാണ് ഈ 3ആയിട്ട് പിരിഞ്ഞത്. അതെന്തിനാ അങ്ങനെ 3ആയിട്ട് പിരിഞ്ഞേ?
മൂന്നായിട്ട് പിരിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 3 വകുപ്പുകൾ കൊടുത്തേക്കുക, 3 പോർട്ട്ഫോളിയോ കൊടുത്തേക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നിങ്ങളിപ്പോൾ ഓരോരുത്തർക്കും കുറേ ശാഖയുണ്ട്. അതെങ്ങനെയാണ് അങ്ങനെ ശാഖയുണ്ടാവുക? അങ്ങനെ ശാഖയുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടി കുറച്ച് വലുതായി. ആ കുട്ടി വലുതാകുമ്പോൾ ആ കുട്ടി ഒരു അച്ഛൻ്റെ അമ്മയുടെയും പുത്രനല്ലേ. അപ്പോൾ ആ കുട്ടിക്ക് ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്. എന്താണ്? പുത്രധർമ്മം എന്നതിന് പറയുക. അച്ഛനോടും അമ്മോടും ആ കുട്ടി ചെയ്യാനുള്ള കടമകളുണ്ട് അല്ലേ, അതൊക്കെ ആ കുട്ടി ചെയ്യണം. അത് പുത്രധർമ്മമാണ്. അത് ആ കുട്ടിയുടെ ജീവിതത്തിലെ ഒരു ശാഖയാണത്. അത് കഴിഞ്ഞ് ആ കുട്ടി വലുതായി കഴിഞ്ഞ് യൗവനായി വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചപ്പോൾ പോർട്ട്ഫോളിയോ വേറെ കിട്ടി. എന്താ പോർട്ട്ഫോളിയോ? ഭർത്താവായി, ഭർത്തൃധർമ്മം. ആ കുട്ടിയുടെ ഒന്ന് വിചാരിക്കുക, ഭർത്തൃധർമ്മം. അത് വേറൊരു പോർട്ട്ഫോളിയോ ആണ്. എന്ന് വെച്ചിട്ട് ആ പോർട്ട്ഫോളിയോ കിട്ടിയ ഇതിൽ നിന്ന് രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ? പലരും അതാ ചെയ്യണത്. അത് പാടില്ല. ആ ധർമ്മം. അപ്പോൾ ഇപ്പോൾ എത്ര ശാഖയായി? 2 ശാഖയായി. ആ രണ്ടാമത്തെ ശാഖ ഉണ്ടായപ്പോൾ ആദ്യത്തെ ശാഖ വെട്ടിക്കളയാൻ ആരാ പറഞ്ഞത്? അത് പാടുമില്ല. അപ്പോൾ 2ആയി. ഇത് കഴിഞ്ഞാൽ ആ കുട്ടി ഇതിനൂടെയും വലുതായി. അപ്പോൾ എന്തായി? ഭാര്യ പ്രസവിച്ച് കുട്ടികളൊക്കെ ആയി, കുടുംബമൊക്കെ ആയി. അപ്പോൾ എന്തായി? ഒരു ധർമ്മം കൂടിയായി. എന്താണ്? പിതൃധർമ്മമായി, അച്ഛൻ എന്നുള്ള ധർമ്മമായി, കുടുംബസ്ഥൻ ഗൃഹസ്ഥൻ എന്നുള്ള ധർമ്മമായി ഇല്ലേ. അപ്പോൾ ശാഖകൾ ഇങ്ങനെ കൂടി. അതുമാത്രമൊന്നുമല്ല, അതിപ്പോൾ കുടുംബത്തിനെ പറ്റി പറഞ്ഞു, അങ്ങനെ ശരി. പിന്നെ ചിലപ്പോൾ ആ കുട്ടികൾക്ക് കുട്ടികളാവും. അപ്പോൾ എന്തായി? പിതാമഹധർമ്മമായി. മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ചില ധർമ്മങ്ങളുണ്ട് കേട്ടോ. അതൊന്നും ആരും മറക്കണ്ടാവും. പേരക്കുട്ടികൾക്കൊക്കെ ഈ പുരാണ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുക, രാത്രി പാട്ടൊക്കെ പാടി ഓർക്കുക. ഇതൊക്കെ അമ്മൂമ്മമാരുടെയും മുത്തശ്ശന്മാരുടെയൊക്കെ ധർമ്മമാണ്. അല്ലാണ്ട് എന്താ പണി? വേറെ പണിയൊന്നുമില്ല. അത് വേറൊരു ധർമ്മമാണ്. ഇതൊക്കെ കഴിഞ്ഞു. നമുക്കൊരു ജോലിയുണ്ട്. നമ്മളൊരു ജോലി എടുക്കാൻ പോയപ്പോൾ അവിടെ ചെല്ലുമ്പോഴോ അതൊരു പ്രസ്ഥാനമാണ് അല്ലേ. ആ പ്രസ്ഥാനത്തിൽ നമ്മളൊരു സേവകനായിട്ട് ചെല്ലാണ്. അപ്പോൾ ഒരു സേവകധർമ്മമുണ്ട് അല്ലേ. അപ്പോൾ അടുത്ത പോർട്ട്ഫോളിയോ അത് കിട്ടിയപ്പോൾ ഇതൊക്കെ വെട്ടിക്കളഞ്ഞോ? അതൊന്നുമില്ല. അപ്പോൾ നമ്മളിൽ തന്നെ നമ്മളൊരു വൃക്ഷമാണ് ശരിക്ക്, അനേകം ശാഖകളുള്ളൊരു വൃക്ഷമാണ്. ആ ശാഖകളെ നമുക്കൊരു ജീവിതത്തിൽ എത്ര വളർത്തിക്കൊണ്ടുവരാൻ പറ്റും, പുഷ്ടമാക്കാൻ പറ്റും, എത്ര ശാഖകളെ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ ജന്മത്തിൻ്റെ സാഫല്യത്തിനെ നിശ്ചയിക്കുന്നത്. പലരും അത് ചെയ്യുന്നില്ല. തൻ്റെ ധർമ്മങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് അത് അനുഷ്ഠിക്കുകയാണ് വേണ്ടത്. അത് നമുക്ക് ഋഷി പറഞ്ഞു തരികയാണ് ഭഗവാൻ എന്താ ചെയ്യണമെന്നുള്ളത്. ഭഗവാൻ എന്താ ചെയ്തേ? 3 ശാഖകളായി എന്നാണ് പറയണത്. ഈ ആത്മമൂലം എന്ന് പറയണ വേരാണ് പറയണത്. മൂലം എന്ന് പറഞ്ഞാൽ വേരാണല്ലോ. അത് ആത്മാവാണ്. ആ ആത്മാവ് ഒരു വൃക്ഷമായിട്ട് സങ്കല്പിക്കുകയാണ്. എത്ര സിംബോളിക്കാണെന്ന് ആലോചിച്ച് നോക്കൂ. അത് കഴിഞ്ഞ് അതിന് 3 ശാഖകളാണ് ആദ്യം ഉണ്ടായത്. എന്താണ്? ഒന്ന് ബ്രഹ്മാവ്. എന്താ ബ്രഹ്മാവിൻ്റെ ജോലി ധർമ്മം സൃഷ്ടിയാണ്. പിന്നെ വിഷ്ണു സ്ഥിതിയാണ്. അത് കഴിഞ്ഞാൽ ശിവൻ മഹാദേവൻ അത് സംഹാരമാണ്. അപ്പോൾ ഈ ജീവിതത്തിന് ഒരു ചലനം വേണ്ടേ, വിശ്വത്തിനൊരു സ്പന്ദനാത്മകമാകാൻ വേണ്ടിയിട്ടാണ് ഈ 3 പോർട്ട്ഫോളിയോ ആദ്യം തന്നെ നിശ്ചയിച്ച് ഈ 3 ശാഖകളായത്. അപ്പോൾ അതാണ് ആദ്യം പറഞ്ഞത്. അതെന്തൊക്കെയാണെന്നാണ്. അപ്പോൾ യോ വാ എന്ന് പറഞ്ഞ യാതൊരുവനാണോ ബ്രഹ്മാവും ഗിരിശഃ വിഭുഃ സ്വയം ച. 3 ഒരാൾ തന്നെയാണെന്ന് അർത്ഥം. ഭേദചിന്ത പാടില്ല അവിടെ. 3ഉം ഭഗവാൻ തന്നെയാണ്. എന്തിനു വേണ്ടിയാ? സ്ഥിതി, ഉദ്ഭവം, പ്രളയം. 3 പോർട്ട്ഫോളിയോ. സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിഷ്ണുവിൻ്റെ ധർമ്മം, ഉദ്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടി ബ്രഹ്മാവിൻ്റെ ധർമ്മം, പ്രളയം എന്ന് പറയുന്നത് മഹാദേവൻ്റെ ധർമ്മം. അത് 3ആക്കിയിട്ട് ഭിത്വ, ആ ആത്മമൂലം എന്ന് പറഞ്ഞത് അത് ആത്മാവിനെ 3ആയിട്ട് ശാഖകളാക്കിയിട്ട്, അതാണ് ഭേദിച്ചിട്ട് ത്രിപാദ് വവൃധ. ത്രിപാദ് എന്ന് പറഞ്ഞാൽ 3 ശാഖകളായിട്ട് 3 വവൃധ വർദ്ധിച്ചു, വലുതായി വന്നു. പിന്നെ അതിന് ശാഖോപശാഖകളൊക്കെ ആയി. ഏക ഒരു പ്രരോഹ, ഒരൊറ്റ മരമാണത്. പ്രരോഹം എന്ന് പറഞ്ഞാൽ മരമാണ്. ഒരു എന്ന് പറഞ്ഞാൽ നന്നായിട്ടുള്ള വലിയ തടിച്ച മരം,
ആലിൻ്റെയൊക്കെ വണ്ണം കണ്ടിട്ടില്ലേ? അങ്ങനെ ഏക ഒരു പ്രരോഹ, അങ്ങനെയുള്ള ഭുവനദ്രുമായ ആ ഭുവനമാകുന്ന ഈ വൃക്ഷത്തിനെ തസ്മൈ അദ്ദേഹത്തിനെ, അങ്ങനെയുള്ള ഭഗവതേ ആ ഭഗവാനെ നമഃ ഞാനിതാ നമിക്കുന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഞാനൊന്നുകൂടിയും പറയാം. യോ വാ അഹം ച ഗിരിശശ്ച വിഭു സ്വയം ച സ്ഥിത്യുദ്ഭവ പ്രളയഹേതവ ആത്മമൂലം ഭിത്വാ ത്രിപാദ്വവൃധ ഏക ഉരുപ്രരോഹസ്തസ്മൈ നമോ ഭഗവതേ ഭുവനദ്രുമായ എന്നാണ് അതിൽ പറഞ്ഞത്. അപ്പോൾ ആത്മമൂലം എന്നുള്ളതിന് ഒരു വ്യാഖ്യാനം ആചാര്യന്മാർ കൊടുത്തു കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സൃഷ്ടി നടത്തി ഇല്ലേ, ഭഗവാനാണ് സൃഷ്ടി നടത്തിയെന്ന് നമ്മൾ പറയണം. പക്ഷേ ഭഗവാൻ അവിടെ സൃഷ്ടി നടത്തണത് ഭഗവാന്റെ തന്നെ ഒരു അംശം ആയിട്ടുള്ള ആ പ്രകൃതി കൊണ്ടാണ്, മായാപ്രകൃതിയെ കൊണ്ടാണ്. അവിടെ ആത്മമൂലം എന്നുള്ളത് ആ പ്രകൃതിയാണ് ഉദ്ദേശിക്കണേ എന്ന് ആചാര്യന്മാർ വ്യാഖ്യാനിച്ച് കണ്ടിട്ടുണ്ട്. അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. ലോകോ വികർമ്മ നിരത കുശലേ പ്രമത്ത കർമ്മണ്യയം ത്വദുദിതേ ഭവദർച്ചനേ സ്വേ തസ്മാദവസ്യ ബലവാനിഹ ജീവിതാശം സദ്യച്ഛിനത്യാനിമിഷായ നമോസ്തു തസ്മൈ സദ്യച്ഛിനത്യാനിമിഷായ നമോസ്തു തസ്മൈ. അവിടെ പറയണത് അയം ലോകഃ, ഈ ലോകം, ലോകം എന്ന് പറഞ്ഞാൽ ലോകര് എന്നുള്ള അർത്ഥമാണ്, ഈ ഭുവനം എന്നുള്ള അർത്ഥം. ത്വതുദിതേ എന്ന് പറഞ്ഞാൽ ഭഗവാനാണ് അതിന് ഹേതുവായത്, ഭഗവാനിൽ നിന്നും ഉണ്ടായത്, ഉദിച്ചത്. ഉദിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക, ഉണ്ടായത്. പിന്നെയോ ഭവദർച്ചനേ, ഭഗവാന്റെ തന്നെ ഉപാസനാരൂപമായിട്ടുള്ളതാണ് ഈ ഈ ഭുവനം. അപ്പോൾ ഈ ഭുവനത്തിൽ നമുക്കിപ്പോൾ എന്തിനേയും നമ്മൾക്ക് ഉപാസിച്ചാലും അത് ഈശ്വരോപാസനയാണ്. വീട്ടിൽ ഭിക്ഷ ചോദിച്ചൊരു ആൾ വന്നു, ആ ആൾ വന്നപ്പോൾ ആ ആൾക്ക് നമ്മൾ വിശപ്പ് മാറ്റാൻ ഭക്ഷണം കൊടുക്കണോ, ധരിക്കാൻ വസ്ത്രം കൊടുക്കണോ, കുറച്ച് ധനവും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് ചീട്ടാക്കിയിട്ട് ഒരു വഴിപാട് കഴിക്കണേക്കാളും ഭഗവാൻ ഇഷ്ടമാണെന്നർത്ഥം. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം, അതിനെയെല്ലാം ഈശ്വര സ്വരൂപികളായിട്ട് നമ്മൾ കണ്ട് അർച്ചിക്കാനുള്ളതാണ്. അത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ സൂചന. പിന്നെയോ അത് ചെയ്യാതെ ചിലരെന്താ ചെയ്യുന്നത്? സ്വേ കുശലേ കർമ്മണി പ്രമത്തഃ, തനിക്ക് കുശലമായിട്ടുള്ളത്, ക്ഷേമകരമായിട്ടുള്ളത്, ശ്രേയസ്കരമായിട്ടുള്ളത് ആ കർമ്മത്തിലൊന്നും ശ്രദ്ധിക്കാതെ, പ്രമത്തൻ എന്ന് പറഞ്ഞാൽ പ്രമാദം എന്ന് പറഞ്ഞാൽ അശ്രദ്ധ കൊണ്ട് വരുന്ന ഒരു ഫലമാണ് പ്രമാദം. അപ്പോൾ നമ്മൾ വേണ്ട പോലെ അത് ശ്രദ്ധിക്കാതെ നമുക്ക് വരുന്ന ഒരു വീഴ്ച, ആ വീഴ്ച വരുന്നു. അപ്പോൾ താൻ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല, ശ്രേയസ്കരമായ മാർഗങ്ങളെ ആശ്രയിക്കുന്നില്ല. അത് നമ്പർ 1. നമ്പർ 2 വികർമ്മ നിരത, അരുതാത്തത് ചെയ്യുകയും ചെയ്യണം, നിഷേധം. അപ്പോൾ ആ നിഷേധകർമ്മങ്ങളിൽ നമ്മൾ വ്യാപരിക്കുകയും ചെയ്യണു. അങ്ങനെ താവത് അസ്യ ഇഹ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നിടത്തോളം കാലം, അത് ആ കാലം വരെ എന്ത് ചെയ്യണോ? യസ്താവദസ്യ ബലവാനിഹ ജീവിതാശാം സദ്യച്ഛിനത്തി. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു? അവൻ്റെ ജീവിത ആശയെ മുഴുവനും ഛിനത്തി, അറുത്തിടണമെന്നാണ് പറഞ്ഞത്. അവിടെ ജീവിത ആശ എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യജന്മത്തിൽ നമ്മൾ ആശിക്കേണ്ടത് ഈ പുരുഷാർത്ഥങ്ങളെ പ്രാപിക്കാനാണ്. അല്ലാണ്ട് കുറേ ധനം ഉണ്ടാക്കണം, കുറേ സ്വത്തുണ്ടാക്കണം, അങ്ങനെയൊന്നുമല്ല. കുറേ ആഡംബരത്തിൽ ജീവിക്കണം എന്നൊന്നുമല്ല. നമുക്ക് മനസ്സിന് നിത്യാനന്ദം കിട്ടുന്ന, ശാന്തി കിട്ടുന്ന ആ മോക്ഷാവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം. കുറേ പണമുണ്ട്, മനസ്സിന് ശാന്തിയില്ല, സ്വസ്ഥതയില്ല, എന്താ കാര്യം?
അപ്പോൾ ആരാ അവിടെ ധനികൻ, ആരാ അവിടെ ദരിദ്രൻ? ദരിദ്രോ യസ്തു അസന്തുഷ്ട. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഭഗവാൻ പറഞ്ഞതാ. ആരാ ദരിദ്രൻ എന്ന് ചോദിച്ചു ഉദ്ധവരെ. അപ്പോൾ പറഞ്ഞു ദരിദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടിയാലും മതിയാവാത്തവൻ എന്നും ദരിദ്രനാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഉള്ളതുകൊണ്ട് തൃപ്തിയുള്ളവൻ ഏറ്റവും വലിയ ധനവാനാണെന്നും പറഞ്ഞു അല്ലേ. ആ ഒരവസ്ഥ ആണുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആശിക്കേണ്ടത് എന്താണ്? ജീവിതാശ എന്നിവിടെ പറഞ്ഞു. ആ ജീവിതാശ എന്ന് പറയുന്നത് നമ്മൾ ഈ പരമപുരുഷാർത്ഥത്തിലേക്ക് എത്തലാണ്, മോക്ഷത്തിലേക്ക് എത്തലാണ്, ഈ നിത്യാനന്ദാവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കലാണ്. അത് ഈ മനുഷ്യ ശരീരത്തിൽ ജീവനിരിക്കുമ്പോൾ മാത്രമേ സാധിക്കുള്ളൂ. നായ്ക്ക് പറ്റില്ല, പൂച്ചയ്ക്ക് പറ്റില്ല, ആനയ്ക്ക് പറ്റില്ല, ആടിന് പറ്റില്ല. നമുക്ക് പറ്റും. നമുക്ക് ബുദ്ധിയുണ്ട്, വിശേഷ ബുദ്ധിയുണ്ട്, ആലോചിക്കാനുള്ള കഴിവുണ്ട്, യുക്തിയുക്തമായിട്ട് ചിന്തിക്കാനുള്ള ധിഷണയുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ആ അവസ്ഥയിലേക്ക് നമുക്ക് എത്തണം. അങ്ങനെ ഒരു ആശ, ആ ആശയെ ഭഗവാൻ അറുത്തിടും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവർ മോക്ഷത്തിലേക്ക് എത്താൻ പോകുന്നില്ല. ആരാണ് മോക്ഷത്തിലേക്ക് എത്താത്തത്? തനിക്ക് തന്നെ ശ്രേയസ്കരമായ കർമ്മങ്ങളിലൊന്നും വ്യാപൃതരാവാതെ നിഷിദ്ധ കർമ്മങ്ങളിൽ സദാസമയം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നവരായിട്ടുള്ളവരുടെ ആ മോക്ഷത്തിലേക്ക് എത്താനുള്ള സാധ്യതകളെ മുഴുവനും ഭഗവാൻ ഇല്ലാതാക്കുക. ഭഗവാനല്ല ചെയ്യണേ, അവനവൻ തന്നെയാണ് ഇല്ലാണ്ടാക്കണത്. അപ്പോൾ അത് ഭഗവാൻ അതിനെല്ലാം അറുത്തിടും എന്ന് പറയാണ്. ഭഗവാനെ ഒരു വിശേഷണം കൊടുത്തു. അനിമിഷായ കാലസ്വരൂപനാണ് ഭഗവാൻ. ഈ കാലത്തിൻ്റെ ഗതിയെ നിർണയിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ആളാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനെ നമസ്കാരം. നമഃ അസ്തു, നമോസ്തു. നമ്മൾ ഈ നമോസ്തു നമോസ്തു എന്ന് ധാരാളം കേട്ടിട്ടുണ്ട്. നമോസ്തുതേ എന്നൊക്കെ കേൾക്കും ഇല്ലേ. ആ നമഃ അസ്തു നമസ്കാരം ഭവിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ചിലർ എഴുതുമ്പോഴൊക്കെ ഞാൻ ഒരുപാട് നോട്ടീസുകളിലൊക്കെ കാണാറുണ്ട് നമോസ്തുതേ എന്നൊറ്റ വാക്കായിട്ട് എഴുതും. നമഃ അസ്തു രണ്ട് വാക്കാണ്. തേ വേറൊരു അവസ്ഥ. തേ എന്ന് പറഞ്ഞാൽ അങ്ങേക്കായിക്കൊണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. തവ തേ. അതേപോലെ തുഭ്യം തേ, അങ്ങേക്കായിക്കൊണ്ടെന്ന അർത്ഥം. അപ്പോൾ ഇതെഴുതുക നമോസ്തുതേ എന്നൊറ്റ വാക്കായിട്ട് സ്പേസ് ഇല്ലാണ്ട് ഒന്നിച്ചെഴുതും. അത് പാടില്ല. നമോസ്തു എന്ന് ഒരുമിച്ചെഴുതുക. എന്താ കാരണം? അവിടെ സന്ധിയാണ്, ഒന്നിച്ച് ചേർത്ത വാക്കാണത്. അതാണ് ആ ഒരു ചിഹ്നം ഇങ്ങനെ ഇടണം. നമോ എന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചിഹ്നം ഇടില്ലേ, അത് ചേർക്കുന്നതുകൊണ്ടാണ്. നമഹാസ്തു നമോസ്തു. പിന്നെ തേ എന്ന് വേറെ ആയിട്ടാണ് എഴുതേണ്ടത്. ഞാനത് സംഗതി വശാൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പം നമോസ്തു തസ്മൈ എന്നുള്ളതിനാണ് തേ എന്ന്. രണ്ടും ഒരേ അർത്ഥമാണ്. അപ്പോൾ നമോസ്തു തസ്മൈ, അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം ഭവിക്കട്ടെ എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഞാൻ ആ ശ്ലോകം നോടിയും ചെല്ലാം. ലോകോ വികർമ്മ നിരത കുശലേ പ്രമത്ത കർമ്മണ്യയം ത്വദുദിതേ ഭവദർശനേ സ്വേ യസ്താവദസ്യ ബലവാനിഹ ജീവിതാശാം സദ്യച്ഛിനദ്യ നിമിഷായ നമോസ്തു തസ്മൈ. അതാണ് ആ ശ്ലോകം.